ഗ്ലോറി ടു ഗോഡ്. പ്രഭാതത്തിൽ എല്ലാവരോടും ദൈവസ്നേഹം അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. വീണ്ടും ദൈവത്തിൽ നിന്ന് സ്വീകരിപ്പാൻ പ്രാർത്ഥനയോടെ, ദൈവം എന്നോട് സംസാരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിരിക്കാം. സ്വർഗത്തിൽ ദൈവം ഒരു റെസ്ക്യൂ പ്രോഗ്രാമിലാണ്, നമ്മൾ വീണ്ടെടുക്കുന്ന പ്രോഗ്രാമിലാണ്. അത് നിങ്ങളിൽ സഫലമാകുന്നത് എത്രത്തോളം നിങ്ങളത് അറിയുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. അറിയുന്നതിനനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ആ എത്രത്തോളം നിങ്ങൾ അറിയുന്നു, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. എത്രത്തോളം നിങ്ങൾ അറിയുന്നു അതനുസരിച്ച് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ടാണ്. അപ്പോൾ വീണ്ടും ഇന്ന് ആഴത്തിലേക്ക് ദൈവത്തിൻ്റെ ഈ പദ്ധതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു റെസ്ക്യൂ പ്രോഗ്രാമാണ്. ഹല്ലേലൂയ, നമ്മളെ വീണ്ടെടുക്കുകയാണ്. പ്രാർത്ഥനയോടെ ദിവസം തീരുന്നാട്ടെ. Lord, I love you. ഓൺലൈനിലായിരിക്കുന്ന ഏവർക്കും ഹോളിലായിരിക്കുന്നവരോട് ചേർന്ന് സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിലെ കുടുംബമാണ്, സ്വർഗത്തിലെ കാരണഭൂതനും മുഖാന്തരവുമാണ്, നമ്മളുടെ ഉടയവനാണ്. നമ്മൾ രക്ഷിക്കുവാൻ തക്കവണ്ണം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ പ്രിയ സഹോദരങ്ങളെ, മൂന്നാമത്തെ ആ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് എന്തും പറഞ്ഞുകൊണ്ടാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ? വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധി എന്നായിരിക്കും ഇല്ല ഉദ്ദേശിച്ചത്, അല്ലേ? അതാണ് ഇവിടെ പറയുന്ന സന്ദേശം. അതായത് നമ്മളുടെ ടൈറ്റിൽ ഇതായിരുന്നു, ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം, പക്ഷെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും മറഞ്ഞിരിക്കുന്നതുമായ സന്ദേശമാണിത്. ഏറ്റവും എതിർക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഈ സന്ദേശം അറിയിക്കേണ്ട ചർച്ചകളിൽ പോലും ഈ സന്ദേശം ഇല്ലാത്തത്. കാരണം ഇത് ഏറ്റവും എതിർക്കപ്പെടും. ഒരിക്കലൊരു ദേവദാസൻ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ആ ചർച്ചിൽ പ്രസംഗിച്ചു, ഈ സന്ദേശം പ്രസംഗിച്ച്. അതിനുശേഷം അവിടുത്തെ വിശ്വാസികൾ ഒരാൾ ആ ദേവദാസനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇത് പ്രസംഗിക്കാത്തതെന്ന് ചോദിച്ചു. ആ ചർച്ചിലെ പാസ്റ്ററോട് ചോദിച്ചു. ആ പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞത്, അദ്ദേഹം ഇവിടെ ഒന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ഈ ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എതിർപ്പുകൾ വരും. ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എതിർപ്പുകൾ വരും. അതുകൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കാത്തത്. കാരണം ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യമാണ്. ഈ ഭൂമിയിലുള്ളത് മനുഷ്യൻ്റെ രാജ്യവും ഭൂമിക്ക് മുകളിൽ നിൽക്കുന്നതിൽ പിശാചിൻ്റെ രാജ്യമാണ്, ലോകരാജ്യമാണ്. അപ്പോൾ ഇവിടെ ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങി എന്ത് സംഭവം ഉണ്ടാവും? എതിർപ്പുകൾ വരും. മനസ്സിലായോ? കാരണം ഈ രണ്ട് രാജ്യത്തെയും കീഴടക്കും. അപ്പോൾ പിശാചിൻ്റെ രാജ്യവും മനുഷ്യൻ്റെ രാജ്യവും ഒരുമിച്ച് ഇതിനെ അറ്റാക്ക് ചെയ്യും, അവർ എതിർക്കാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങളിവിടെ എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എതിർപ്പൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ജീവിച്ച് നരകത്തിലേക്ക് പോവുകയാണ്, നരകത്തിലേക്ക് പോവുക. അപ്പം നമ്മൾ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു രാജ്യം ദൈവരാജ്യം മാത്രമേ ഉള്ളൂ. അതേ നിലനിൽക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ കൊണ്ട് തീരും. പിശാചിനെ തീപ്പുകയിലേക്ക് എടുത്ത് കളയും. നമ്മളും അവനോട് കൂടെ നിന്നാൽ നമ്മളെ അങ്ങോട്ട് തന്നെ കളയും. നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം, ഈ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം പ്രസംഗിച്ചു വന്ന ആള് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക, അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പാടുന്ന പാട്ട്, നിൽക്കുന്നതൊന്നേയുള്ളൂ ഇളകാത്ത രാജ്യമാ, എൻ സ്വന്ത ഭവനമാ ദൈവത്തിൻ രാജ്യമേ. അത് മാത്രമേ നിൽക്കുകയുള്ളൂ, ബാക്കിയൊക്കെ ഇളകിപ്പോകും, ഒന്നും നിൽക്കൂല. നമ്മുടെ കാരണവന്മാരെയൊക്കെ നോക്കി എല്ലാവരും ഇളകിപ്പോയി. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടില്ലേ ചിത്രത്തിലൂടെ, എല്ലാം ഇളകിപ്പോകുന്ന ഒരു ജനനം മുതലിങ്ങനെ വളർന്നു വന്ന് ഒളുക്കി വളർത്തിയെടുത്ത് അവസാനം ചിതയിൽ കൊണ്ടുവയ്ക്കുന്നു, അല്ലെങ്കിൽ സെമിത്തേരി കൊണ്ട് കളയുന്നു. ഫിനിഷ്. ഒന്നും നിൽക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ദൈവം ചെയ്ത ഈ അങ്ങനെയുള്ള ആളുകളാണ്, അങ്ങനെയുള്ള മനുഷ്യരാണ് ഈ മതക്കാര് സംഘടനക്കാരൊക്കെ ഉള്ളിൽ പോയിക്കണം, മതത്തിൻ്റെ സംഘടനയുടെ ഉള്ളിൽ കിടക്കുക.
അപ്പം ഇതൊന്നുമല്ല കാര്യം. മതവും സംഘടനയും ഗ്രൂപ്പും ഒന്നുമല്ല കാര്യം. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ജാതിയും മതമൊന്നും സ്വർഗത്തിലില്ല. അവിടെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവപുത്രന്മാരേ ഉള്ളൂ. അപ്പോ ഇത് നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിഞ്ഞിട്ട് അത് പ്രകാരം നമ്മൾ ജീവിക്കുക. അപ്പൊ നമ്മളുടെ ജീവിതമാണ് ആ സന്ദേശം, മറ്റുള്ളവർക്കുള്ള സന്ദേശം. പിന്നെ വാഗൊണ്ട് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ സംസാരിക്കുക. കുറച്ച് ദിവസമൊക്കെ ഉള്ളൂ ഇവിടുത്തെ ജീവിതം. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, ഇതൊക്കെ ജനറലി പറഞ്ഞതാ മൊത്തം. ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഓർമ്മിക്കണുണ്ടോ? ബൈജുവിൻ്റെ അപ്പൻ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചു. ബൈജു എന്ത് പറഞ്ഞു? കൃഷിക്കാരനാന്ന് പറഞ്ഞു, അല്ലേ? ശരിയല്ലേ? അപ്പോ അത് ജഡത്തിലുള്ള അപ്പനാ, മരിച്ചു പോകുന്ന അപ്പനാ. എന്നാൽ നമുക്ക് മറ്റൊരു അപ്പനും കൂടെ ഉണ്ട്. അതാണ് നിത്യനായ അപ്പൻ. ജഡത്തിലെ അപ്പനാണ്. അപ്പന്റെ പേരെന്താ? മാണി. അപ്പോ മാണി എന്ന് പറയുന്നത് ജഡത്തിലെ അപ്പനാ. മനസ്സിലായി? ഈ ജഡത്തിലെ അപ്പന, ജഡത്താൽ ജനിച്ചതാണ് ജഡം. എന്നാൽ നമ്മളുള്ളിൽ സ്പിരിറ്റ് ഉണ്ട്, ആത്മാവുണ്ട്. ആത്മാക്കളുടെ പിതാവുണ്ട്, ആത്മാവിൽ ജീവിക്കുന്ന ആത്മാക്കളുടെ പിതാവ്. മാണി ജഡത്തിലാണ് ജീവിക്കണേ, ഇത് ജഡമുണ്ടല്ലോ. അപ്പോ യേശു കർത്താവ് ഒരു പള്ളിപ്രമാണിയോട് പറയുന്നൊരു കാര്യം ഇതാണ്. അതായത് അച്ഛന്മാരുടെ അച്ഛൻ, പുരോഹിത പ്രമാണി, നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞാൽ മെത്രാൻ അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർ. അദ്ദേഹത്തോട് യേശുക്രിസ്തു പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്, മാണിയാൽ ജനിച്ചത് ബൈജുവാണ്. ഇത് രണ്ടും പോവും, നിൽക്കൂല. എന്നിട്ട് യേശു പറഞ്ഞു, ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്, അത് ജനിച്ചത് ആത്മാവാകുന്ന സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്, പുത്രനായ ക്രിസ്തുവിലൂടെയാണ്. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു ജനനം നിലനിൽക്കും. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മിക്സ്ഡ് ആണ് ഇവിടെ. ഒരു ജഡത്തിലെ അപ്പനുണ്ട് ഭൂമിയിൽ, ഒരു സ്വർഗസ്ഥ പിതാവും ഉണ്ട് സ്വർഗത്തിൽ. മനസ്സിലായോ? ഹല്ലേലൂയ. വായിച്ചേ യോഹന്നാൻ 3:6 യേശു ക്രിസ്തു ആ പള്ളി പ്രമാണിയോട് പറയുന്ന രംഗമാണ്. ഈ ഭാഗങ്ങളൊക്കെ ആളുകൾക്ക് അറിയത്തില്ല, ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ. അതായത് നമ്മളൊരു അതായത് നമ്മളൊരു കോമ്പിനേഷനാണ്, ഒരു ഡ്യുവൽ കോമ്പോണൻ്റാണ്. ഈ ഭൂമിയിലായിരിക്കുന്ന വീണ്ടും ജനിക്കപ്പെട്ട എല്ലാ മനുഷ്യരും ഡ്യുവൽ കോമ്പോണൻ്റാണ്. രണ്ട് വംശങ്ങളാണത്. ഈ രണ്ട് വംശങ്ങൾ നമ്മളിൽ അടി നടക്കുന്നുണ്ട്. ഈ രണ്ട് വംശങ്ങൾ തമ്മിൽ. വായിച്ചേ, പള്ളിപ്രമാണിയോട് യേശുക്രിസ്തു പറയുകയാണ്, പുരോഹിത പ്രമാണി, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ഈ മകന്റെ കേസിൽ പറഞ്ഞാൽ മാണിയാൽ ജനിച്ചത് ബൈജു ആകുന്നു. മനസ്സിലാവുന്നുണ്ടോ? മാണിയുടെ പേര് റേഷൻ കാർഡിലുണ്ട്, ബൈജുവിന്റെ പേരും റേഷൻ കാർഡിലുണ്ട്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇനി ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പൊ രണ്ട് ലീനിയേജ് ആണ്, രണ്ട് വംശപരമ്പരകളാണ്. അപ്പോ ഈ ആത്മാവിനാൽ ജനിച്ച ആത്മാവെന്ന് പറയുന്നത് ദൈവം ആത്മമണ്ഡലത്തിലാണ്, ദൈവം ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവിനാലാണ് നമ്മളെ ജനിപ്പിക്കുന്നത്. അങ്ങനെ ജനിക്കുന്ന ബൈജു ജഡമല്ല, ആത്മാവാണ്. ആ ബൈജുവിന് മരണമില്ല, അത് ഉയരത്തിൽ നിന്നുള്ള ജനനമാണ്, സ്വർഗത്തിൽ നിന്നുള്ള ജനനമാണ്. പിടുത്തം കിട്ടിയ? രണ്ട് വംശങ്ങളാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഇതിൽ നിന്ന് നമ്മൾ ജഡവംശത്തിൽ നിന്ന് ആത്മവംശത്തിലേക്ക് മാറിയില്ല എങ്കിൽ, ഭൂമിയിലെ വംശത്തിൽ നിന്ന് സ്വർഗവംശത്തിലേക്ക് മാറിയില്ല എങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങളിൽ മരിക്കും. ഹല്ലേലൂയ. നമ്മൾ നമ്മളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ വംശമാറ്റം വളരെ പ്രാധാന്യമാണ്. ഇതൊന്ന് വ്യക്തതയോടെ മനസ്സിലാക്കുക. വംശമാറ്റം വളരെ പ്രാധാന്യമാണ്. നമ്മൾ വംശം മാറണം. ദൈവം എന്ത് ചെയ്യുകയാണെന്ന് അന്നലെ നമ്മൾ ചോദിച്ചേ അല്ലേ? അപ്പോ ബൈജുവിന്റെ അപ്പൻ കൃഷിക്കാരനാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ അപ്പൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചാണ് അവസാനിച്ചേ. നമ്മുടെ അപ്പൻ എന്ത് ചെയ്യുക?
ആ, അമ്മച്ചി പറഞ്ഞു. എന്താ പറഞ്ഞേ? അമ്മച്ചി പറഞ്ഞത് കേട്ടെങ്കിലൊന്ന് പറ. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക, മക്കളെ ഒരുക്കുക. മക്കളെ ഒരുക്കുക. അപ്പൻ ചെയ്യുന്നത് മക്കളെ ഒരുക്കുകയാണ്. ഏത് മക്കളെ? ഭൂമിയിലെ വീണുപോയ മനുഷ്യ മക്കളിൽ നിന്ന് സ്വർഗത്തിലേക്ക് ദൈവമക്കളെ ഒരുക്കുകയാ. മനസ്സിലായോ? ദൈവമക്കളെ ഒരുക്കുകയാ. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, കാൺമീൻ, നാം മനുഷ്യമക്കളെന്നല്ല ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. മനുഷ്യമക്കളെന്ന് പറഞ്ഞാൽ ജഡരൂപികളാ. ജഡത്താൽ ജനിച്ചത് ജഡം. നമ്മളിപ്പോ വായിച്ചില്ലേ? ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആത്മരൂപികളാ. ആത്മാവാൽ ജനിച്ചത് ആത്മാവ്. മനുഷ്യമക്കൾ എന്ന് പറഞ്ഞാൽ കെടുന്ന ബീജത്താൽ ജനിക്കപ്പെടുന്നവരാ. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ കെടാത്തതും ജീവനുള്ളതുമായ ദൈവത്തിന്റെ വചനത്താൽ ജനിക്കപ്പെടുന്നതാ. അതാണ് ക്രിസ്തു. 1 പത്രോസ് 1:23 വായിച്ചേ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. വിശ്വാസത്തിലൂടെയാണ് നമ്മുടെ വളർച്ച. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഈ 2 വംശങ്ങളെ വ്യക്തമായി പ്രിയ മക്കളെ നിങ്ങൾ തിരിച്ചറിയണം. ജഡവംശവും ആത്മവംശവും. ജഡവംശം നിലനിൽക്കത്തില്ല, ആത്മവംശമേ നിലനിൽക്കൂ. അതുകൊണ്ട് നിങ്ങൾ കളം മാറി ചവിട്ടണം. കളം മാറി ചവിട്ടണം. ഹല്ലേലൂയ. വായിച്ചേ 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കണ്ടോ? ഇവിടെ പറയാണ് കെടുന്ന ബീജത്താലല്ല. അപ്പൊ കെടുന്ന ബീജമുണ്ട്. ഇന്ന് ഈ ലോകത്തിൽ ഉള്ള എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലും ഏകദേശം 8 ബില്യൺ ജനങ്ങളുണ്ട്. ആ ബില്യൺ ജനങ്ങളിൽ ഒരു പകുതി പുരുഷന്മാരെ, ഇച്ചിരി വ്യത്യാസമുണ്ട്, പകുതി പുരുഷന്മാരെ എടുത്താലും ഇതാ ആ കുട്ടികളും എല്ലാം കൂടി ചേർന്ന് ഇവരുടെയൊക്കെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ബീജം എന്ന് പറയുന്നത് കെടുന്ന ബീജമാ. കെട്ടുപോകും, അത് മരിച്ചു പോകുന്നു. ആ ബീജത്താലല്ല, അതാണ് ജഡത്താലുള്ള ജഡീക ജനനം. ശരീരം മാത്രമാണ് വരുന്നത് അതില്. ജഡത്താലുള്ള ജനനം. എന്നാൽ ദൈവം നമുക്ക് തരുന്നത് ആത്മാവാലുള്ള ജനനമാണ്. അതാണ് സ്വർഗസ്ഥ പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം നമ്മൾ നടത്തുന്നത്. ആത്മാവാലുള്ള ജനനം. ഇത് ആ പുരോഹിതന്മാരുടെ പ്രമാണിയായ വ്യക്തിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം യേശുക്രിസ്തുവിനോട് ചോദിച്ചു, ഇവർ നമ്മൾ സംസാരിച്ചപ്പോൾ രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നതാ. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നീ ചെയ്ത പോലെ പ്രവൃത്തിയൊന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു ആ പുരോഹിതനോട് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഈ പുള്ളിക്ക് അറിയത്തില്ല ഈ സംഭവം എന്താന്ന്, വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ. ഉടനെ പുള്ളി ചോദിച്ചു, ഈ പ്രായമുള്ള ഞാൻ ഇനി അമ്മയുടെ വയറ്റിൽ കയറി രണ്ടാമത് എങ്ങനെയാ ജനിക്കുന്നത്? അപ്പൊ പുള്ളിക്ക് ആകപ്പാട് അറിയാവുന്ന ജഡത്താലുള്ള ജനനത്തെ കുറിച്ചാ. അതിനാണ് യേശുക്രിസ്തു മറുപടി പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ, വെള്ളം കാണുന്ന വചനമാണ്, വചനത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. എന്നിട്ടാണ് യേശുക്രിസ്തു വ്യക്തമായി കൊടുക്കുന്നത്, ജഡത്താൽ ജനിച്ചതാണ് ജഡം, അതാണ് ഈ ഭൂമിയിൽ നടക്കുന്ന ജനനങ്ങൾ. എന്നാൽ ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്. രണ്ടും 2 ലീനിയേജാണ്. ഒന്ന് നശിച്ചു പോകുന്ന ലീനിയേജ്, ജഡത്താൽ ജനിച്ചത് എല്ലാം നരകയോഗ്യരാണ്. എന്നാൽ ആത്മാവാൽ ജനിച്ച ആത്മാവ് ഇതെല്ലാം സ്വർഗയോഗ്യരാണ്. അപ്പൊ ഈ ഒരു അറിവ് നമുക്ക് വേണം. ഈ ഒരു അറിവ് മനസ്സിലാക്കിയിട്ട് അത് വിശ്വസിച്ചിട്ട് ജാതിമത സമ്പ്രദായത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. പകരം നമ്മൾ ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറണം.
കാരണം ജഡത്തിലുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടും. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറണം. എവിടെ നിന്ന് എങ്ങോട്ടേക്ക് മാറണം? അടുത്താക്കി ക്ഷയിക്കാൻ്റെ അടുത്ത് പറഞ്ഞു, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറണം എന്ന് പറഞ്ഞേ. ഇനി ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറാത്തവനെ ബൈബിൾ വിളിക്കുന്ന പേര് ബുദ്ധിയില്ലാത്തവനെന്നാ. ഇരട്ടപ്പേര് നമുക്ക് ഇട്ട് തരും. നിങ്ങൾക്ക് ഇരട്ടപ്പേരുണ്ടോ? പറയണ്ട കേട്ടോ. സ്കൂളിൽ പോകുമ്പോഴാണ് എല്ലാവർക്കും ഇതൊക്കെ കിട്ടുക, അല്ലേ? ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് കൂട്ടുകാരിട്ട് തരും. ശ്രദ്ധിച്ചേ, ഇന്നത്തെ വിശ്വാസികളെ നല്ലൊരു പങ്കിനെയും ദൈവം ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത് ബുദ്ധിശൂന്യരെന്നാണ്. ബുദ്ധിയില്ലാത്ത നിങ്ങൾ. ഗലാത്യലേഖനം 3:3 ദൈവം നമ്മളെ ക്രിസ്തുവിലൂടെ ആത്മാവിലേക്ക് മാറ്റി. പക്ഷെ ഇവരെ ആത്മാവിലേക്ക് പോകാതെ വീണ്ടും ജഡത്തിൽ പോയി കിടക്കുക. കാരണം ഇവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല. ഇവർക്ക് ആകപ്പാട് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾ ആരാധിക്കുക മക്കളെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ വിശുദ്ധ ബൈബിളിലെ പുതിയ ഉടമ്പടി പുസ്തകത്തിൽ ഇത് ആരാധനയിലേക്കല്ല ഫോക്കസ് പോകുന്നത്, നമ്മളുടെ രക്ഷയിലേക്കാണ് ഫോക്കസ് പോകുന്നത്. അപ്പോൾ എല്ലാ സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കണം. പക്ഷെ ഇതല്ല ബൈബിളിൽ പുതിയ ഉടമ്പടി നമ്മളോട് പറയുന്നേ. നമ്മളെ മാറ്റുകയാ, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറ്റുകയാ. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇതാ മുങ്ങിപ്പോകുന്ന ഒരു കപ്പൽ. ആ കപ്പലിൽ നിന്ന് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അടുത്തൊരു കപ്പൽ വന്ന് അതിലേക്ക് മാറ്റുകയാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഏതോ കപ്പലിൽ മുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗവൺമെന്റ് വേറൊരു കപ്പൽ കൊണ്ടുവന്ന് നിങ്ങളെ ഹെലികോപ്റ്ററും വന്ന് ഹെലികോപ്റ്ററിൽ പൊക്കിയെടുത്ത് അടുത്ത കപ്പലിലേക്ക് മാറ്റി താഴെ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ ഹെലികോപ്റ്റർ ഇങ്ങനെ പൊങ്ങണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ ആ കയറെ കയറി, ഒരു കൊട്ട പോലത്തെ കയറായിരുന്നു, ആ കയറെ അള്ളിപ്പിടിച്ചു. എന്നിട്ട് തിരിച്ച് അടുത്ത ആളുകളെ ഇറക്കാൻ പോയത് നിങ്ങൾ ആ വീണ്ടും പഴയ കപ്പലിൽ തന്നെ ഇറങ്ങി. മുങ്ങിക്കൊണ്ടിരിക്കണ കപ്പലിലേക്ക് വീണ്ടും ഇറങ്ങി. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കണ ആ ഹെലികോപ്റ്ററിലുള്ള ആ പൈലറ്റ്, ആ ഓടിക്കുന്ന വ്യക്തി എന്നാ പറയും നിങ്ങളെ കണ്ടിട്ട്? പൊട്ടൻ, ബുദ്ധിശൂന്യൻ, അല്ലേ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആ മുങ്ങുന്ന കപ്പലിൽ നിന്ന് നിന്നെ എടുത്ത് ഇതാ മുങ്ങാത്ത കപ്പൽ കൊണ്ടാക്കിയത്. അവിടെ നിന്ന് ആ കെട്ടി ഇറക്കിയ ആ കൊട്ട പൊങ്ങുന്നതിന് മുമ്പ് തന്നെ നീ കൊട്ട ചാടിക്കറി പിടിച്ചിട്ട് വീണ്ടും പഴയ കപ്പലിൽ പോയിട്ട് അടുത്ത ആളെ ഇറക്കാൻ വേണ്ടി നീ അവിടെ ഇറങ്ങി. ദൈവത്തിന്റെ വചനം അങ്ങനെ നമ്മളെയും വിളിക്കണേ, ബുദ്ധിയില്ലാത്ത നിങ്ങളെ ആത്മാവിൽ കൊണ്ടേ ആക്കി. നിങ്ങൾ അവിടുന്ന് തിരിച്ച് ഇടത്തിലേക്ക് പോന്നിട്ട് വന്നവസ്ത്രാദി സർവ്വ നന്മയുടെ പാട്ടും പാടിക്കൊണ്ടിരിക്കുക. നിങ്ങളിനി മുമ്പോട്ടേക്കേ പോകണ്ട, ആത്മാവിൽ ഇനി ജീവിക്കേണ്ട, ജഡത്തിലല്ല ഇനി ജീവിക്കേണ്ടേ. ഇത് രണ്ട് സ്റ്റേറ്റുകളാ, ആത്മാവ്, ജഡം. അതായത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുവരെ, ഇതാ നിങ്ങൾക്ക് സ്റ്റേറ്റ് മനസ്സിലായില്ലെങ്കിൽ, വെള്ളം ഒരു സ്റ്റേറ്റാ, വെള്ളം കടല്, കര വേറൊരു സ്റ്റേറ്റാ, മനസ്സിലായോ? രണ്ടിലും ജീവികൾ വേറെ വേറെയാ. നമ്മളാരും വെള്ളത്തിൽ പോയി ജീവിക്കാറില്ലല്ലോ. വെള്ളത്തിൽ ജീവിക്കുന്നത് ഇതാ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ വെള്ളത്തിൽ ജീവിച്ചാൽ എന്ത് പറ്റും? കുറച്ചു നേരമൊക്കെ ജീവിക്കാൻ പറ്റും, അല്ലേ? ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ജീവിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ പോവും, അല്ലേ? ചത്തുപോവും, മരിച്ചു പോവും. ഇതേപോലെ തന്നെയാണ് ഈ അന്തരീക്ഷം. ഈ ജഡമണ്ഡലത്തിൽ ജീവിച്ചാൽ നമ്മൾ മരിച്ചു പോവും. നമ്മൾ ജീവിക്കേണ്ട ആത്മമണ്ഡലത്തിലാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് എല്ലാവരും മരിച്ചു പോയിക്കൊണ്ടിരിക്കണേ. ആത്മമണ്ഡലത്തിൽ ജീവിച്ചേ മരണം ഉണ്ടാവില്ല. ആത്മാവിലേക്ക് മാറ്റുകയാണ് നമ്മളെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയാണ്. വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഒരാൾ നിങ്ങൾ ആ മുങ്ങുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് ദയ തോന്നി ഓടി അദ്ദേഹം വന്നിട്ട് ഇതാ നിങ്ങൾക്ക് ഒരു കയറോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു വടിയോ ഒക്കെ നിങ്ങളെ അല്ലെങ്കിൽ ഒരു കൊട്ടയോ അതിലിട്ട് കോരി നിങ്ങളെ അവിടുന്ന് വലിച്ച് കരയിലേക്കാക്കി. അദ്ദേഹം രക്ഷിച്ചു എന്ന് പറയുന്ന സമയം നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ നേരെ വെള്ളത്തിൽ കുറച്ച് ചാട്ടം. അയാൾ എന്നാ പറയാ? പൊട്ടൻ, വട്ടൻ, ഇതൊന്നും ബുദ്ധിയില്ലേ? വീണ്ടും ഒറ്റച്ചാട്ടം. ഇതേപോലെയാണ് നമ്മുടെ കാര്യം. അവിടെ പറയാണ്, വായിച്ചേ, ഗലാത്യലേഖനം 3:3 വായിച്ചേ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? നിങ്ങൾ ഇത്ര, സഭക്കാരോടാണ് ചോദിക്കുന്നത്, ഗലാത്യ സഭയോട് ചോദിക്കണം, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടുപോയവരാണോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നു. നിങ്ങളെ കൊണ്ട് ആത്മാവിലാക്കിയതാ.
നിങ്ങൾ വീണ്ടും ജഡത്തിലേക്ക് വന്ന് സമാപിച്ചു. മനസ്സിലായോ? കാരണം ഈ ജനത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്കിത് അറിയില്ല, ഇവർക്കിത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടില്ല. ഇവരെ പറഞ്ഞു മനസ്സിലാക്കിയത് നീ കത്തോലിക്കനാണ്, നീ CSA-കാരനാണ്, നീ IPC-കാരനാണ്, നീ ഷാരോങ്കാരനാണെന്ന് ഇവരെ പറഞ്ഞു മനസ്സിലാക്കിയേക്കണേ. ഈ ബൈബിളിൽ അങ്ങനെയൊന്നുമില്ല എൻ്റെ പൊന്നു മക്കളെ. ജഡവും ആത്മാവേ ഉള്ളൂ. ഹല്ലേലൂയ. ജഡത്തിൽ നിന്ന് നിന്നെ ആത്മാവിൽ കൊണ്ടാക്കി. എങ്ങനെ? അവിടെ നിന്നെ വീട്ടിൽ ജനിപ്പിച്ചു ക്രിസ്തുവിലൂടെ. നിന്റെ ലീനിയേജ്, നിന്റെ വംശം മാറ്റി. അപ്പൊ ഇത് മനസ്സിലാകാതെ ഞാൻ കത്തോലിക്കന്, ഞാൻ പെന്തക്കോസ്തുകാരൻ, ഞാൻ യാക്കോബറ്റുകാരൻ, ഞാൻ മാർത്തോമക്കാരന്, ഞാൻ IPC-കാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ജനം, ഇവർക്ക് സുബോധം എന്ന് പറഞ്ഞ സാധനം ഇല്ല. ബൈബിളിൽ യേശു ഇതൊന്നും അല്ല പറഞ്ഞേക്കണേ. ഹല്ലേലൂയ. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ആത്മാവിൽ നിന്നാണ് വന്നത്, ആത്മമണ്ഡലത്തിൽ നിന്ന്. മനസ്സിലായെന്തോ? നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ജഡമണ്ഡലത്തിൽ നിന്നാണ് വന്നേക്കണേ. അപ്പൊ യേശു ക്ലാസിഫൈ ചെയ്യുക, ഞാൻ ആത്മമണ്ഡലത്തിൽ നിന്ന് വന്നു, നിങ്ങൾ രക്ഷിക്കാൻ എന്നെ പിതാവ് പറഞ്ഞു വിട്ടതാണ്. നിങ്ങളൊക്കെ അങ്ങനെയല്ല, ജഡമണ്ഡലത്തിൽ നിന്നാണ് വന്നത്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ നശിക്കുന്നവരാണ്, മരിച്ചു പോകും. നിങ്ങൾ ഓൾറെഡി ആ ജഡ്ജ്മെന്റ് കിടക്കുകയാണ് ഇവിടെ. ജഡമണ്ഡലം മൊത്തം പിശാചിന്റെ കീഴിൽ കിടക്കുകയാണ്, നിങ്ങൾ മരിച്ചു പോകും. ഞാൻ വന്നത് ആത്മമണ്ഡലത്തിൽ നിന്നാണ്, ഉയരത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണ്, ദൈവരാജ്യത്തിൽ നിന്നാണ്. നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ്. ഞാൻ അങ്ങനെയല്ല, ഞാൻ മോളിൽ നിന്ന് വന്നതാണ്. എനിക്ക് മരണമില്ല, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. എന്നെ അയച്ച് നിങ്ങളെ രക്ഷിക്കാനാണ്. അപ്പോ ജഡത്തിൽ ജനിച്ച നിങ്ങൾ ആത്മാവിൽ നിന്ന് വന്ന എന്നിലേക്ക് കയറിക്കൊള്ളണം. എങ്ങനെ? എന്നെ നിങ്ങൾ തിരിച്ചറിയണം, അതുവഴി നിങ്ങൾ എന്നെ വിശ്വസിക്കണം. അങ്ങനെ ജഡമണ്ഡലം വിട്ട് നിങ്ങൾ ആത്മമണ്ഡലത്തിലേക്ക് കയറണം. അങ്ങനെ കയറിയില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചു പോകും. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഹല്ലേലൂയ. എന്ത് വിശ്വസിക്കണം? നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ്, മരണത്തിലുള്ളവരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട്, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്, ആത്മമണ്ഡലത്തിൽ നിന്നുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ജഡമണ്ഡലം വിട്ട് എന്നെ വിശ്വസിച്ച് എന്നിൽ കയറണം. ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറണം. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അതായത് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചു പോകും. ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിയണം. യേശുക്രിസ്തു 2 എണ്ണത്തെ കുറിച്ച് പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 8:23 അവിടെ പറയണം, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ജഡമണ്ഡലത്തിൽ നിന്നുള്ളവർ. ഞാൻ കീഴിൽ നിന്നുള്ളവനല്ല, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ, ആത്മമണ്ഡലത്തിൽ നിന്നുള്ളവൻ, മരണമില്ലാത്തവൻ. ഞാൻ അങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചു പോകും. ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയണം. അതെന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ അവരെ വീണ്ടും കർത്താവ് തള്ളിക്കളയുന്നേ? അവർ വീണ്ടും ജഡത്തിലാണെങ്കിൽ ആ വ്യക്തി പാപത്തിൽ നടക്കും, ആത്മാവിലാണെങ്കിൽ പാപം ചെയ്യാത്ത തലത്തിലേക്ക് മാറും. വായിച്ചേ. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ. കീഴെന്ന് വെച്ചാൽ ജഡമണ്ഡലം കേട്ടോ. ഞാൻ മേലിൽ നിന്നുള്ളവൻ. മേലെന്ന് പറഞ്ഞാൽ ആത്മമണ്ഡലം, സ്വർഗമണ്ഡലം. കീഴിലെ മണ്ഡലത്തിൽ മാത്രമേ മരണമുള്ളൂ, മുകളിലെ മണ്ഡലത്തിൽ മരണമില്ല. 2 തലവാ. എന്നെ പിതാവ് അയച്ചത് കീഴ്മണ്ഡലത്തിൽ നിന്ന് നിങ്ങളെ മേൽമണ്ഡലത്തിലേക്ക് ആക്കാനാ. എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടോ? നിങ്ങളെ തലം മാറ്റാനാണ്. മുങ്ങുന്ന കപ്പലിൽ നിന്ന് മുങ്ങാത്ത കപ്പലിലേക്ക് മാറ്റാനാണ് എന്നെ അയച്ചത്. ഇത് ജനത്തിന് മനസ്സിലാകാതെ ജനം യേശുവിനെ ജാതി മത സമ്പ്രദായത്തിൽ സ്വീകരിച്ചുകൊണ്ട്, ഞാൻ കത്തോലിക്കന്, നീ പെന്തക്കോസ്തുകാരന്, ഞാൻ CSA-കാരന്, നീ യാക്കോബറ്റുകാരനെന്നും പറഞ്ഞുകൊണ്ട് ഇവര് തമ്മിൽ എല്ലാം ജഡമണ്ഡലത്തിൽ കിടക്കുക. ആത്മമണ്ഡലത്തിലേക്ക് കയറുന്നില്ല, യേശുവിലേക്ക് കയറുന്നില്ല. യേശുവിന്റെ പേരും പറഞ്ഞ് ഭൂമിയിൽ ജാതി ഉണ്ടാക്കി അവിടെ നിൽക്കുക. ഇതിനെ കണ്ടിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞത്, ബുദ്ധിയില്ലാത്ത നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ഹല്ലേലൂയ.
ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് നമ്മൾ കളം മാറണം. കപ്പൽ മുങ്ങുന്ന കപ്പലിൽ നിന്ന് മുങ്ങാത്ത കപ്പലിലേക്ക് പോകുന്നത് പോലെ കളം മാറണം. നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ജഡമണ്ഡലത്തിൽ നിന്നുള്ളവർ. ഞാൻ കീഴിൽ നിന്നുള്ള ആളല്ല. നിങ്ങൾ ആദത്തിന്റെ വംശമാണ്, ഞാൻ കീഴിൽ നിന്നല്ല. ഞാൻ ദൈവത്തിന്റെ വംശമാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ മകനാണ്. ദൈവം അയച്ചിട്ട് ഞാൻ വന്നേക്കണേ. ഞാൻ മോളിൽ നിന്നുള്ളവൻ. എന്നിട്ട് പറയാണ്, ഞാൻ അങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ, എങ്ങനെയുള്ളവൻ? മോളിൽ നിന്നുള്ളവനാണ് ഞാനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇത് വർഷങ്ങളായി പിശാചി തെറ്റിച്ചിട്ടിരിക്കുന്ന ഒരു വചനമാണ്. അതായത് ഇത് നമ്മളെ തിരിക്കാനുള്ള വചനമാണ്, ജഡമണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് മാറ്റാൻ. ഹല്ലേലൂയ. ഇത് വർഷങ്ങളായി പിശാചി തെറ്റിച്ചിട്ടിരിക്കുന്ന ഒരു വചനമാണ്. ഞാൻ മുകളിൽ നിന്നുള്ളവൻ നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിച്ചു പോകും. കാരണം ജഡമണ്ഡലം മുഴുവൻ മരണത്തിന്റെ കീഴിലാണ്. ഇതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ജഡത്തെ അനുസരിച്ച് നടന്നാൽ നീ മരിക്കും നിശ്ചയം. എന്നാൽ ആത്മമണ്ഡലത്തിൽ ആത്മാവിനനുസരിച്ച് നടന്നാൽ നീ ജീവിക്കും. ഈ രണ്ട് തലമാണ്. ഹല്ലേലൂയ. താഴേക്ക് വായിച്ച് 21, 24 ഒന്നുകൂടി വായിക്കും. 23 മുതൽ വായിക്കേ. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ അങ്ങനെയുള്ളവനെന്ന്, ഞാൻ മോളിൽ നിന്ന് വന്നവനെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ ആത്മമണ്ഡലത്തിൽ നിന്ന് വന്നവനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അവര് പറഞ്ഞുകൊണ്ടിരിക്കണം, നീ വെറും തച്ചനാണ്, തച്ചന്റെ മകനാണ്, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ജഡത്താൽ ജനിച്ച ജഡം തന്നെയാണ് നീ എന്ന് പറയുന്ന യഹൂദന്മാരുടെ മുമ്പിൽ പറയാണ്, അങ്ങനെയല്ല, ഞാൻ, നിങ്ങളാണ് ജഡത്താൽ ജനിച്ച ജഡം. ഞാൻ സ്വർഗത്തിലെ ആത്മാവാകുന്ന ദൈവത്തിന്റെ ആത്മാവാകുന്ന മകനാണ്. തൽക്കാലം ചെറിയൊരു സമയത്തേക്ക് ഞാൻ ജഡം സ്വീകരിച്ചെന്നേ ഉള്ളൂ. എന്തിനാണെന്നറിയാമോ? എന്റെ അപ്പൻ ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ചത് ജഡത്തിൽ മരണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നിങ്ങളെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആത്മാവാകുന്ന എന്നിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് എന്നെ അയച്ചത്. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയോ? പക്ഷെ ഞാൻ ഉയരത്തിൽ നിന്ന് വന്നവനല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചു പോവുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചു പോവുകയുള്ളൂ. കുഞ്ഞുങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ? ഇന്നും ഈ വചനം എന്താണെന്ന് മനസ്സിലാകാതെ സഭയിട്ട് കുഴപ്പിക്കുകയാണ് പിശാച്. നമ്മളുടെ അറിവില്ലായ്മയിൽ കുടുക്കി, നമ്മുടെ അറിവില്ലായ്മയിൽ കുടുക്കി. താഴേക്ക് വായിച്ചേ. അവർ അവനോട്, നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. നീ ആരാകുന്നു? ആദ്യം മുതലേ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നുണ്ട്. ഞാൻ ആരാണെന്ന് അല്ലേ? ആദ്യം മുതലേ പറയുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതൻ വന്ന് മറിയോട് പറഞ്ഞു, ഇവൻ ആരാണെന്നറിയാമോ? അത്യുന്നതന്റെ പുത്രൻ എന്ന് ഇവൻ വിളിക്കപ്പെടും. ആദ്യം മുതലേ സംസാരിക്കുകയാണ്. ഞാൻ ആരാണ്? അത്യുന്നതന്റെ മകനാണ്. ആദ്യം മുതലേ സംസാരിക്കുകയാണ്. ഞാൻ ആരാണ്? ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു. ആരാണ്? അത്യുന്നതന്റെ മകനാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ രാജാവാണ്, മിശിഹയാണ് ഈ വന്നിരിക്കണേ. ഇതാണ് ആദ്യം മുതലേ പറയുകയാണ്. ഒരു സ്ത്രീയെ, ശമര്യക്കാരത്തി എന്ന് പറയുന്ന സ്ത്രീയെ, ഇതാ വെള്ളം കോരാൻ നിൽക്കുന്ന സമയത്ത് യേശു അവിടെ ചെന്ന് സംഭാഷണം അങ്ങ് ദീർഘിച്ചപ്പോ അവസാനം അവള് പറഞ്ഞു, ഞങ്ങൾക്കറിയാം മിശിഹ വരുമെന്നറിയാം എന്ന് പറഞ്ഞപ്പോ യേശു പറയാണ്, നീ സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മിശിഹ. ഇതാ ആദ്യം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആദ്യം മുതലേ പറയുകയാണ്. പള്ളിയിലെ മഹാപുരോഹിതൻ ചോദിച്ചു, നീ വന്ധ്യനായവന്റെ പുത്രനായ മിശിഹയാണോ? യേശു പറഞ്ഞു, ഞാനാണ്. ആദ്യം മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ആരാണെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ രക്ഷിക്കാൻ അയച്ചതാണ്.
യേശു കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ശീമോൻ എന്ന് പറയുന്ന ഭക്തൻ കയ്യിലെടുത്തിട്ട് ഉയരത്തിലേക്ക് നോക്കി സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞു, നാഥാ, ഇപ്പോൾ എന്നെ സമാധാനത്തോടെ വിട്ടയക്കണമേ. നീ സർവജനത്തിനുമായി ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഞാൻ ആരാണ്? നിങ്ങൾ രക്ഷിക്കാൻ അയക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനായ മിശിഹയാണ്. ആദ്യം മുതൽ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ആരാണെന്ന്. ഹല്ലേലൂയ. യോഹന്നാൻ യേശുവിനെ നോക്കി, സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുക, ഇതിനാരാണെന്നറിയാമോ? നോക്കൂ, ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവപുത്രൻ. ഹല്ലേലൂയ. യേശു പറയാണ്, ഞാൻ അങ്ങനെയുള്ളവരെന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഞാൻ. ദൈവത്തിന്റെ ഏകജാതനാണ് ഞാൻ. ദൈവത്തിന്റെ ഒരേ ഒരു മകനാണ് ഞാൻ. ഹല്ലേലൂയ. യേശുവിനെ അയച്ചത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് രക്ഷിപ്പാൻ നൽകപ്പെട്ട, ആര് നൽകി? അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. പിശാച് നമ്മളെ കബളിപ്പിച്ച് ഇതൊക്കെ തെറ്റായി പഠിപ്പിച്ച് യേശു ക്രിസ്തുവിനെ കൊണ്ട് സ്വർഗസ്ഥ പിതാവിനെ മറച്ച് കുടുംബത്തിലെ ബലവാനെ നമ്മളിൽ നിന്ന് ഒഴിവാക്കി, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ആ ഭവനം കവർച്ച ചെയ്യാൻ പറ്റത്തില്ല. സഭയാകുന്ന ഭവനത്തെ കവർച്ച ചെയ്തു. ദൈവികമായ യാതൊരു സ്വഭാവവുമില്ലാതെ ജഡീക സ്വഭാവത്തിൽ മാത്രം നിൽക്കുന്ന, പരസ്പരം അടിക്കുന്ന, ഓരോരോ ഗ്രൂപ്പിലേക്കും, ഓരോരോ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്കും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മറ്റിലേക്ക് കടന്നു വന്നാൽ കാണാം പരസ്പര അടിയാണ് ക്രിസ്ത്യാനികൾ തമ്മിൽ. പാസ്റ്റർമാർ തമ്മിൽ അങ്ങനെ അടി. കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പ് നോക്കിയപ്പോൾ അതിലൊരു വിശ്വാസി പാസ്റ്റർമാരെ തെറി പറയുന്ന രീതിയിൽ, ഞങ്ങളൊക്കെ പുതിയ വിശ്വാസികളാണ്, നിങ്ങൾ പാസ്റ്റർമാർ തമ്മിൽ പരസ്പരം കടിച്ച് കീറുന്നു. എനിക്കിതൊക്കെ കണ്ടിട്ട് തോന്നണത് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളെ പച്ച തെറി വിളിക്കാനാ തോന്നണേ. ദൈവിക സ്വഭാവമല്ല, ജഡീക സ്വഭാവം. ജഡീക സ്വഭാവം. എന്താ ചെയ്തേ? പിശാച് സഭയാകുന്ന ഭവനത്തെ അപഹരിച്ചു, അതിലെ നന്മകൾ അപഹരിച്ചു. കുടുംബത്തിലെ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവിടെ നിന്ന് ഒന്നും അപഹരിക്കാൻ പറ്റില്ല. എന്നാൽ കുടുംബത്തിലെ ബലവാനെ നമ്മളിൽ നിന്ന് പിശാച് ഒഴിവാക്കി. യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിളിച്ചു പറിക്കാൻ കഴിവുള്ള ഒരുവനുമില്ല. കാരണം യേശു ആണെന്നല്ല പറയുന്നേ, നിങ്ങളെ എനിക്ക് തന്ന പിതാവുണ്ടല്ലോ, എല്ലാവരിലും വലിയവനാ. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിവുള്ള ഒരുവനുമില്ല. പിശാചിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാച് ദൈവം ഏകനെന്ന് വിശ്വസിക്കുക മാത്രമല്ല ഉറക്കുക കൂടി ചെയ്യുന്നു. ഈ അപ്പനുമായി ഒരു അലയൻസിലേക്ക് വരാനാണ് യേശു ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവത്തിന്റെ മക്കളായി വിളിച്ചിരിക്കുക. അപ്പൊ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം, ദിസ് ഈസ് എ സെപ്പറേറ്റ് മെസ്സേജ്, കട്ട് ഇറ്റ് ഫ്രം ഹിയർ. ഓക്കെ. അപ്പോ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനേക ദൈവപുത്രന്മാരെ ഒരുക്കുകയാണ്. മനുഷ്യപുത്രന്മാരോ ജഡരൂപികളോ ഒരുക്കുകയല്ല, ദൈവപുത്രന്മാരോ ഒരുക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇത് മനസ്സിലായിട്ട് നിങ്ങൾ ആ ഒരു തലത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭൂമിയിലുള്ള വിഷയങ്ങൾ, നിങ്ങളുടെ നിത്യമായ മരണപ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ഇത് മനസ്സിലാക്കിയാൽ മതി. അത് നമ്മൾ ഇന്നലെ വായിച്ച വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ദൈവം എന്ത് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഹെബ്രായർ 2:10. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയ വചന ഹെബ്രായർ 2:10. ദൈവം എന്ത് ചെയ്യുക? ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം മെയ്സൺ പണി ആയിരിക്കാം, ഓട്ടോറിക്ഷ പണി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യനോ ക്ലർക്കോ ഒക്കെ ആയിരിക്കാം. ഇപ്പോൾ ദൈവം എന്താ ചെയ്യുക? ദൈവം എന്തിൻ്റെ പണിയില്ല എന്നാണ്. ദൈവം
ദൈവപുത്രന്മാരെ ഒരുക്കുകയാണ്. വായിക്കേ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. അപ്പോ ശ്രദ്ധിക്കുക, സകലത്തിന് ലാക്ക് സകലത്തിനും കാരണബോധനമായെന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥ പിതാവ് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയാ. ഹല്ലേലൂയ. തേജസ്സിലേക്ക് നടത്തുകയാ. ലോർഡ് ഐ ലവ് യു. പറഞ്ഞേ, ദൈവം ദൈവപുത്രന്മാരെ ഒരുക്കുകയാണ്. എല്ലാവരും വാ തുറന്ന് പറഞ്ഞ, ദൈവം ദൈവപുത്രന്മാരെ ഒരുക്കുകയാണ്. അടുത്ത അഭിഷേകാൻ്റെ എടുത്തിട്ട് പറ, ദൈവം ദൈവപുത്രന്മാരെ ഒരുക്കുകയാണ്. വീണ്ടും പറ, ദൈവം ആത്മരൂപികളെ ഒരുക്കുകയാണ്. ഞാനിപ്പോ ജഡരൂപിയാണ്, എന്നാൽ ദൈവം ആത്മരൂപിയെ ഒരുക്കുകയാണ്. ജഡരൂപി നശിച്ചു പോകും, ആത്മരൂപി നിത്യം നിലനിൽക്കും. മനസ്സിലായോ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? എങ്ങോട്ടേക്ക് മാറണം? എവിടെ നിന്ന് എങ്ങോട്ടേക്ക് മാറണം? ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറണം, ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറണം. ഇതാണ് സഭയെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ, ജനത്തിന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ. ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറണം. ആദത്തിൽ എല്ലാവരും മരിച്ചു പോകും. 1 Corinthians 15:22 വരുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയാവുന്നത്, ആദത്തിൽ ഈ ജഡത്തിൽ ജനിച്ച മക്കളില്ലേ, ഇവരെല്ലാം മരിച്ചു പോകും, നശിച്ചു പോകും. എന്നാൽ നമ്മൾ അവിടുന്ന് ക്രിസ്തുവിലേക്ക് മാറിയാൽ നമ്മൾ നിത്യം ജീവിക്കും. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. രണ്ട് ലീനിയേജ് ആണ്, ഇത് മനസ്സിലാക്കണം. ഇതിനെയാണ് ഏറ്റവും പിശാച് എതിർക്കുന്നത്. ഇത് സഭ അറിയരുത് ഈ സാധനം. വായിക്കേ. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അപ്പൊ നിങ്ങൾക്ക് എവിടെ നിൽക്കണം? ആദത്തിൽ നിൽക്കണോ ക്രിസ്തുവിൽ നിൽക്കണോ? നിങ്ങൾ തീരുമാനിച്ചോ. ആദത്തിൽ എല്ലാവരും മരിച്ചു പോകും. വാഗ്ദത്തം എത്ര പേർക്ക് വേണം? സംഭവം മനസ്സിലായാൽ പിന്നെ ആരും കൈപൊക്കത്തില്ല. ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ആദത്തിൽ മരിച്ചു പോണ പരിപാടി ഞങ്ങൾക്ക് ആർക്കും വേണ്ട. മറ്റത് അങ്ങനെയല്ല, ആദത്തിലുള്ള കാര്യം കിട്ടാൻ വേണ്ടിയാണ് ഈ ആരാധന. മരിക്കുന്നതിന് മുമ്പ് കിട്ടിക്കോട്ടെ, എന്നിട്ട് ചത്തോട്ടെ, നരകത്തിലേക്ക് പൊക്കോട്ടെ. അങ്ങനെയല്ല. ആദത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഈ 2 ഫിഗർ സ്ക്രീനിൽ കാണാം. 2 ലീനിയേജ് ആണ്, 2 വംശമാണ്. ദൈവം ഇതാ ഒന്നിൽ നിന്ന് നമ്മളെ മറ്റൊന്നിലേക്ക് രക്ഷിക്കാൻ വേണ്ടി ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയ പദ്ധതിയാണ് നിങ്ങൾ ഇതാ ക്രിസ്തുവിൽ കാണുന്നത്. രണ്ട് രൂപങ്ങളെ കാണാം. ഒന്ന് ആദം സിൻഫുൾ ഫാമിലി എന്ന് കേൾക്കണുണ്ടോ? പാപം നിറഞ്ഞ ആദത്തിന്റെ കുടുംബം. അതാണ് ജഡകുടുംബം, ഫ്ലഷ്. ജഡകുടുംബം, ഫ്ലഷ് എന്ന് കേൾക്കണുണ്ടോ? ഇതാണ് ജഡകുടുംബം. ഇതാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, പുരോഹിതനോട് പറഞ്ഞ, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. ഹല്ലേലൂയ. ഇനി ആത്മാവാൽ ജനിച്ചത് ആത്മാവാ. അതാണ് വചനത്തിലൂടെയുള്ള ജനനം. സാക്ഷാൽ വചനം എന്ന് മറുപേരുള്ള ദൈവത്തിന്റെ സകല വചനവും ഹാൻഡിൽ ചെയ്യുന്ന ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ പേരാണ് വചനം. ആ ക്രിസ്തുവിനാലാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. ആ പുതിയ സൃഷ്ടികർമ്മം നടന്നത് ക്രിസ്തുവിലാണ്. അതൊക്കെ പുറകെ പഠിക്കാം. അപ്പോ ക്രിസ്തു ജഡകുടുംബത്തിലല്ല, ആത്മകുടുംബത്തിലാണ്. ഇതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ജഡത്താൽ ജനിച്ച ജഡം, മണ്ണിൽ നിന്ന് വന്ന ആ ഒരു തലവ, നീ വെറും മണ്ണ, മണ്ണിലേക്ക് മടങ്ങിപ്പോവും. എന്നാൽ ഞാൻ മണ്ണിൽ നിന്ന് വന്നവനല്ല, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, ആത്മമണ്ഡലത്തിൽ നിന്ന് വന്ന ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ ജഡമായി, വചനം ജഡമായി മാറി. അങ്ങനെ വന്ന ആളാണ് ഞാൻ, ആത്മാവാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, എപ്പോഴാണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്? എപ്പോഴാണ് ഒരുവൻ ദൈവത്തിലാകുന്നത്? നിങ്ങൾക്കറിയോ? ഈ യേശു എന്ന് പറഞ്ഞാൽ മറിയയിൽ നിന്ന് ശരീരം ധരിച്ച് മൺശരീരത്തിന്റെ ഉള്ളിൽ വന്ന ആളാണ് യേശു. മൺശരീരത്തിലുള്ള ആളാണ് യേശു. എന്നാൽ യേശുക്രിസ്തു, യേശുവിന്റെ ഉള്ളിൽ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണ്. യേശു ഉണ്ടായത് 2000 വർഷമായിട്ടുള്ളൂ. പക്ഷെ ക്രിസ്തു എന്ന മർമ്മം, ക്രിസ്തു
പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ആളാണ്. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്താൽ ജനിച്ചതാണ്. ഇത് നിങ്ങൾക്ക് തിരിച്ചറിയണം. ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ജനനമല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നത് യേശു എന്ന മനുഷ്യനാണ്. മനുഷ്യനായ വന്നേക്കണേ. പക്ഷെ ആ യേശു എന്ന മനുഷ്യരീരത്തിന്റെ ഉള്ളില് ഉള്ളത് ക്രിസ്തുവാണ്. ദൈവപുത്രനാണ്. യേശു മനുഷ്യപുത്രനാണ്. ക്രിസ്തു ദൈവപുത്രനാണ്. ക്രിസ്തു നേരത്തെ ഉണ്ട്. ലോകാരംഭത്തിന് മുമ്പേ ഉണ്ട്. ദൈവം ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യമേ ജനിപ്പിച്ചത് ക്രിസ്തുവെയാണ്. ഇതുകൊണ്ടാണ് കൊളോസ്യലേഖനം 1:15 പറയുന്നത്, ക്രിസ്തു സർവ സൃഷ്ടികൾക്ക് മുമ്പുള്ള ദൈവത്തിന് ആദ്യമായി ജനിച്ചവനാണ്. സർവ സൃഷ്ടികളും ജനിപ്പിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവെ ജനിപ്പിച്ചു. കൊളോസ്യൻ 1:15 ഒന്ന് വായിച്ചേ. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകും. സർവ സൃഷ്ടിക്കും മുമ്പേ ആദ്യമായി ജനിച്ചവനാണ്. ദൈവത്തിന്റെ അതേ ഇമേജ് ആണ്. അപ്പന്റെ അതേ സാദൃശ്യമാണ് മകനും. കിട്ടിയ ഹല്ലേലൂയ. ഇനി നമ്മളെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് അതേ സാദൃശ്യത്തിലേക്ക്. അതേ സാദൃശ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. അപ്പൊ ആ പുത്രൻ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ട്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം 1 പത്രോസ് 1:20 പറയുന്നത്, അവൻ നേരത്തെ ഉള്ള ആളാണ്. ഈ അന്ത്യകാലത്ത് മാത്രമാണ് ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ടത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്തുവിനെയും യേശുവിനെയും രണ്ടായി കാണാൻ പഠിക്കണം. യേശു എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ ആ പേര് പോലെ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഭൂതം വന്ന് യോസഫിനോട് പറയാണ്, ഈ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനാണ് എന്ന് മറിയയോട് പറഞ്ഞു. ദൂതം വന്ന് ജോസഫിനോട് പറഞ്ഞു, അവന് യേശു എന്ന് പേരിടണമെന്ന്. അപ്പൊ ആ പേര് അതിനു മുമ്പ് ഇല്ല. അപ്പോഴേ ആ പേര് വരുന്നുള്ളൂ. പക്ഷെ ക്രിസ്തു നേരത്തെ ഉണ്ട്. ഹല്ലേലൂയ. വായിച്ചേ. ക്രിസ്തു ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും. കണ്ടോ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തു മുന്നറിയപ്പെട്ടിട്ടുണ്ട്. കാരണം ക്രിസ്തു ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ജനിച്ചതാ. നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ പുത്രനെയാണ് വീണ്ടും 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ പുത്രൻ ആത്മാവാണ്. ആ പുത്രൻ ആത്മമണ്ഡലത്തിലുള്ള ആളാണ്, സ്വർഗത്തിലുള്ള ആളാണ്, സ്വർഗത്തിലെ രാജകുമാരനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ സകല പ്രോപ്പർട്ടിയുടെയും അധികാരിയും അവകാശിയുമാണ്. ഹല്ലേലൂയ. ആ പുത്രൻ നേരത്തെ ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ വന്ന് വെളിപ്പെട്ടവനാണ്. മുഴുവൻ വായിച്ചേ. ക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അപ്പൊ എപ്പോഴാ വെളിപ്പെട്ടെ? അന്ത്യകാലത്ത്. അതാണ് 2000 വർഷം മുമ്പ് ഒന്ന് വെളിപ്പെട്ടിട്ട് ഒരു മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ടു. അപ്പോഴാണ് ആ വ്യക്തിയുടെ പേര് യേശു എന്ന് ആയത്. അതുകൊണ്ടാണ് ക്രിസ്തു യേശു എന്ന് വിളിക്കുന്നത്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ, യേശു എന്ന് പറഞ്ഞാൽ മനുഷ്യപുത്രൻ. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഒരല്പകാലത്തേക്കാണ് ആ ജഡത്തിൽ വന്നത്. വീണ്ടും 33.5 വർഷം കഴിഞ്ഞപ്പോൾ ജഡം വിട്ടു, ആത്മാവിലേക്ക് കയറി. വീണ്ടും താൻ മരിച്ചുയർത്തെഴുന്നേറ്റപ്പോ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ശക്തിയോടെ ദൈവപുത്രൻ നിർണയിക്കപ്പെട്ടു. റോമലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. മരിച്ചുയർത്തെഴുന്നേറ്റ് ജഡം സംബന്ധിച്ച് ഭൂമിയിൽ വന്നപ്പോ യേശുവായി. ദാവീദിന്റെ തലമുറയിൽ ജഡം സംബന്ധിച്ച് യേശുവായി വന്നു. പക്ഷെ ആത്മാവ് സംബന്ധിച്ച് 2 മണ്ഡലമാണ്, ജഡമണ്ഡലം, ആത്മമണ്ഡലം. ആത്മാവ് സംബന്ധിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതോടുകൂടെ ശക്തിയോടെ ദൈവപുത്രനെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു, ഉറപ്പിക്കപ്പെട്ടു. അപ്പൊ 2 മണ്ഡലം അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ച വാക്യം പറഞ്ഞ്. റോമർ 1:5. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ. ഹല്ലേലൂയ. മനസ്സിലായി? 2 മണ്ഡലം കണ്ടോ? ജഡം സംബന്ധിച്ച് ദാ ഈ മണ്ഡലം, ജഡമണ്ഡലം, മണ്ണുകൊണ്ടുണ്ടാക്കിയ ജഡത്താൽ ജനിച്ച ജഡം സംബന്ധിച്ച് ആരുടെ മകനാണ്? ഒരു പ്രവചന നിവൃത്തിയാണ്, ദാവീദിന്റെ മകനാണ്. എന്നാൽ
ആത്മാവ് സംബന്ധിച്ച് ദാവീദിന്റെ മകനൊന്നുമല്ല, ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ മകനാണ്. ഹല്ലേലൂയ. ഈ രണ്ട് മണ്ഡലം വ്യക്തതയോടെ മനസ്സിലാക്കണം. ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ മകനാണെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. അപ്പോ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാണ്. കാരണം ജഡമണ്ഡലത്തിലുള്ള ഒരുവനും മരിച്ചിട്ട് ഉയർത്തെഴുന്നേക്കത്തില്ല. ജഡത്തിൽ നിങ്ങൾ മരിക്കും. ആത്മമണ്ഡലത്തിൽ ദൈവപുത്രന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് യേശുക്രിസ്തു ജഡശരീരത്തിലല്ല. കാരണം ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഇന്ന് യേശുക്രിസ്തു തേജസ്കരിക്കപ്പെട്ട ആത്മശരീരത്തിലാണ്. ഇതാണ് ഫിലിപ്പി ലേഖനം 3:21 പറയുന്നത്. ആ ആത്മശരീരത്തോട്, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് നമ്മളുടെ ഈ താഴ്മയുള്ള ശരീരത്തെയും രൂപത്തിന് അന്തരം വരുത്തി കയറ്റും. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് നമ്മുടെ ശരീരത്തെയും മാറ്റും. എല്ലാ മേഖലയും മാറ്റും. എടുത്തിങ്ങൊന്ന് വായിച്ചോളൂ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മനസ്സിലായല്ലോ? നമ്മുടെ താഴ്ചയുള്ള ഈ ജഡ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. ഹെവൻലി ബോഡിയിലാക്കി മാറ്റും. അപ്പൊ നമ്മൾ കളം മാറ്റി ചവിടണം. എന്നാൽ മാത്രമേ ദൈവപുത്രന്മാരെ ഒരുക്കുന്ന, ദൈവം ആത്മാവായതുകൊണ്ട് ദൈവപുത്രന്മാരും എങ്ങനെയായിരിക്കും? ആത്മാവായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മളെ മാറ്റുകയാ. ഹല്ലേലൂയ. ഒന്ന് ദിവസം എന്ത് എഴുന്നേറ്റ്? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചെന്താ? ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് നമ്മളെ മാറ്റുകയാ. പേര് പറഞ്ഞാലോ? വ്യക്തിയുടെ പേര് പറഞ്ഞാലോ? ആദത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് മാറ്റുകയാ. മനസ്സിലായോ? ജഡമനുഷ്യനിൽ നിന്ന് ആത്മമനുഷ്യനിലേക്ക്. അതാണ് പുതിയ മനുഷ്യൻ, ദൈവപുത്രൻ. ദൈവവംശത്തിലേക്ക് മാറ്റുകയാ. ദൈവവംശത്തിലേക്ക് മാറ്റുകയാ. ഹല്ലേലൂയ. മരിച്ചു പോണ മനുഷ്യരിൽ നിന്ന് മരണമില്ലാത്ത ദൈവപുത്രന്മാരിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മൾ ജനിച്ചപ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ കോമ്പിനേഷനാണ്. നമ്മളെ സൃഷ്ടിച്ചപ്പില്ലേ, നമ്മളെ ദൈവം സൃഷ്ടിച്ചില്ലേ, നമ്മൾ കോമ്പിനേഷനാണ്. ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും കോമ്പിനേഷനായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഉണ്ടാക്കിയപ്പോൾ മിക്സ് ആയിരുന്നു. ആദ്യത്തേതിൽ നമ്മൾ മിക്സ് ആയിരുന്നു, രണ്ടാമത്തതിൽ നമ്മൾ മിക്സ് അല്ല. എന്താ പറഞ്ഞേ? ആദ്യത്തേതിൽ നമ്മൾ മിക്സ് ആയിരുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ആത്മാവിൻ്റെയും ജഡത്തിൻ്റെയും മിക്സ് ആയിരുന്നു നമ്മൾ. രണ്ടാമത്തതിൽ നമ്മൾ മിക്സ് അല്ല. രണ്ടാമത്തതിൽ ആത്മാവിൻ്റെ പാർട്ടേ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല നിങ്ങൾക്ക് അല്ലേ? ശ്രദ്ധിച്ചേ. ദൈവം മനുഷ്യനുണ്ടാക്കിയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഭൂമിയിൽ നിന്ന് പൂഴിയെടുത്തു, മണ്ണെടുത്തു, കുഴച്ചു. ഇത് നമ്മൾ കേൾക്കുന്നത്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങി പോകും, ഇല്ലേ? അതാണ് മണ്ണിന്റെ പാട്ട്. മണ്ണിന്റെ പാട്ട്. ഇനി അതിലേക്ക് താൻ സ്വർഗത്തിന്റെ പാട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ കോഴിക്കോട്ട ഉണ്ടാക്കണം എങ്ങനെയാ? മാവെടുത്ത് പരത്തി, ഇല്ലേ? പിന്നെ അതിൽ തേങ്ങ ശർക്കര എന്നുള്ള വേറെ സാധനം എൻ്റെ ഉള്ളിൽ കയറ്റും, എന്നിട്ട് അടയ്ക്കുക. ഇതേപോലെ ദൈവം ചെയ്തത്. തേങ്ങ ശർക്കര അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് ഒരു മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് ഇനി സ്വർഗത്തിന്റെ പാട്ട് നിറയ്ക്കാൻ പോവാ. അപ്പൊ ദൈവം ഊതിയപ്പോ പുറത്തിറങ്ങിയത് എവിടെന്നാ വന്നേ? ദൈവം ഊതിയപ്പോ പുറത്തേക്ക്. നിങ്ങൾ ഊതിയ എന്താ വരുന്നേ? കാറ്റ് വന്നല്ലേ? അതാണ് ശ്വാസം. ദൈവം ഊതിയപ്പോ അത് എവിടെന്നാ വന്നേ? ദൈവത്തിൽ നിന്നാണ് വന്നത്, അല്ലേ? ദൈവത്തിൽ നിന്ന്. അപ്പൊ ഒരു പാർട്ട് ഭൂമിയിൽ നിന്നും, അതാണ് ജഡികമായ പാർട്ട്. ഒരു പാർട്ട് ആത്മാവാകുന്ന ദൈവത്തിൽ നിന്നും. കണ്ടോ? അപ്പൊ നമ്മൾ 2 പാർട്ടുണ്ടായിരുന്നു ജനിച്ചപ്പോൾ. സ്വർഗത്തിൽ നിന്നുള്ള പാർട്ടും ഭൂമിയിൽ നിന്നുള്ള പാർട്ടും. നമ്മൾ മിക്സ് അല്ലേ?
പക്ഷെ പാപം ചെയ്താൽ നീ മരിക്കുമെന്ന് ആദത്തോട് പറഞ്ഞു. ആദം ഹവ്വയാൽ വഞ്ചിക്കപ്പെട്ട പിശാചിന്റെ കൂട്ടുകൂടി. എപ്പോഴും നമുക്ക് വാണിംഗ് ആണ്, പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടവരുടെ കൂട്ടുകൂടരുത്. ആദം ഹവ്വയാൽ വഞ്ചിക്കപ്പെട്ട, അതായത് പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട ഹവ്വയുടെ കൂട്ടുകൂടി ഹവ്വയെ പ്രസാദപ്പെടുത്താൻ നോക്കി. ഹവ്വ പറഞ്ഞ അനുസരിച്ചു. അതോടുകൂടെ ഹെവൻലി പാർട്ട് നഷ്ടമായി, സ്വർഗീയ കുടുംബത്തിൽ മരിച്ചു. ദൈവം ഊതിയില്ലേ, തൻ്റെ ആത്മാവാ, അത് ആദത്തെ ലിഫ്റ്റായി മാറിപ്പോയി, തേജസ് പോയി. ദൈവത്തിന്റെ വചനം പറയുന്നു, അങ്ങനെ സർവ്വ മനുഷ്യരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി. അപ്പൊ എന്ത് മാത്രമായി? ഇപ്പോ ജഡം മാത്രമായി. മനസ്സിലായോ? അങ്ങനെ ജഡം മാത്രമായ ആദത്തിന്റെ തലമുറയാണ് നമ്മൾ. പിടുത്തം കിട്ടിയ അതാണ് ഈ കാണുന്ന ജഡമണ്ഡലം. ജഡം മാത്രമായ ആത്മമണ്ഡലത്തിലെ ആത്മാവ് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ജഡം മാത്രമായി പോയി. ഇതൊക്കെ മരണത്തിൽ കിടക്കുക. അപ്പൊ നമ്മളെ ജഡത്തിൽ നിന്ന് മാറ്റിയിട്ട് ആത്മാവിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. കണ്ടോ? അപ്പൊ നേരത്തെ ഓൾറെഡി ജനിച്ചതാ, നേരത്തെ ജനിച്ചതായിരുന്നു. ആ ജനിച്ചവർ മരിച്ചുപോയി. ആ മരിച്ചവരെ ക്രിസ്തുവിലൂടെ വീണ്ടും ആത്മമണ്ഡലത്തിൽ ജനിപ്പിച്ചിട്ട് ഈ ജഡത്തെ അങ്ങ് മാറ്റും. ഇനി ജഡം വേണ്ട. പിടുത്തം കിട്ടിയ? അപ്പൊ നമ്മൾ പൂർണ്ണമായും ദൈവത്തിന്റെ മക്കളായി മാറും. അകത്തുമെല്ലാം കേറിയ ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾക്ക് ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടികൾക്കും ഒരു സൃഷ്ടിപ്പേ ഉള്ളൂ, എല്ലാ ജീവികൾക്കും. പക്ഷെ നമുക്ക് മാത്രം ദൈവം രണ്ട് സൃഷ്ടിപ്പ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന, അതിൻ്റെ 2:7 കാണുന്ന ആദ്യ മനുഷ്യന്റെ, ആദത്തിന്റെ സൃഷ്ടിപ്പ്. ആ സൃഷ്ടിപ്പിലാണ് നമ്മൾ മിക്സ് ആണെന്ന് പറഞ്ഞ്. ഭൂമിയുടെയും സ്വർഗത്തിന്റെയും മിക്സ് ആണ്, ജഡത്തിന്റെയും ആത്മാവിന്റെയും മിക്സ് ആണ് അവിടെ നമ്മൾ. ദൈവം ഭൂമിയിൽ നിന്ന് പൂഴിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട്, അതാണ് ഭൂമിയുടെ പാർട്ട്. സ്വർഗത്തിൽ നിന്ന് തൻ്റെ ആത്മാവിനെ, തൻ്റെ ശ്വാസത്തെ ഊതി, അത് ദൈവത്തിൽ നിന്നാ വന്നത്, അത് ദൈവത്തിന്റെ പാർട്ട്. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യനോട് പറഞ്ഞു, പാപം ചെയ്യരുത്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നതിന്റെ ഫലം തിന്നാ നീ മരിക്കും. എന്നാൽ പിശാച് ഹവ്വയെ കബളിപ്പിച്ചു. കബളിപ്പിക്കപ്പെട്ട ഹവ്വയുടെ പ്രസാദിപ്പിക്കാനായിട്ട് ഹവ്വയുടെ കൂട്ടുകൂടി ആദം പാപം ചെയ്തതോടുകൂടെ ദൈവത്തിന്റെ പാർട്ട് ഇവരിൽ നിന്ന് മാറിപ്പോയി. ദൈവ തേജസ് മാറി, ദൈവാത്മാവ് അവരെ വിട്ടു. ദൈവത്തിന്റെ പാർട്ട് മാറിയതോടെ ഇനി എന്ത് പാർട്ട് മാത്രമേ ബാക്കിയുള്ളൂ? ജഡത്തിന്റെ പാർട്ട് മാത്രമേ ബാക്കിയുള്ളൂ. ഇതുകൊണ്ടാണ് ബൈബിള് പറയുന്നത്, അവൻ വെറും ജഡം തന്നെയല്ലോ. ജഡം മാത്രമായി. ഈ ജഡമൊക്കെ നിശ്ചയിക്കപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നതൊക്കെ മരിക്കണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ സൃഷ്ടിപ്പ് ജഡവും ആത്മാവും കൂടി മിക്സാണ്. പക്ഷെ പാപം ചെയ്തതോടെ ആത്മമണ്ഡലം, ആത്മാവിന്റെ പാർട്ട് പോയി, അതിൽ മരിച്ചു, ജഡം മാത്രമായി. അങ്ങനെയുള്ള ആദത്തിന്റെ തലമുറയാണ് നമ്മൾ ഈ പെറ്റുവരികേക്കണേ. പിടുത്തം കിട്ടിയ? നമ്മുടെ തേജസ്സൊക്കെ പോയി. ജനിച്ച സമയത്ത് ഈ ഷർട്ടിന്റെയും ചുരിദാറിന്റെയും സാരിയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. തേജസ്സായിരുന്നു വസ്ത്രം. നമ്മൾ നടക്കുമ്പോൾ തേജസ്സായി പോണേ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ആ തേജസ്സൊക്കെ പോയി. അതാണ് നമ്മുടെ ഒന്നാമത്തെ സൃഷ്ടിപ്പ്. എന്നാൽ ഇവിടെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കി, ആത്മാവാകുന്ന ദൈവപുത്രനെ ജഡരൂപത്തിൽ അയക്കുകയാണ്. എന്തിനാ? ജഡരൂപത്തിൽ അല്ല നമ്മുടെ അടുക്കൽ വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ പുത്രനെ അറിയാൻ പറ്റത്തില്ല. ആത്മരൂപത്തിൽ ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. നിന്ന് വിഷമിച്ചോ? വിഷമിച്ചവർക്ക് ഇരിക്കാം കേട്ടോ, വിഷമിക്കാത്തവർ നിന്ന് തന്നെ കേട്ടോ. ഇന്ന് അകത്തുനിന്ന് കേറട്ടെ. ഹല്ലേലൂയ. അപ്പോ സ്വർഗത്തിലെ ആത്മാവാകുന്ന ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തു ഇതുവരെ യേശു ആയിട്ടില്ല, ജഡരൂപത്തിലേക്ക് വന്നിട്ടില്ല. ജഡരൂപത്തിൽ വരുമ്പോഴാണ് യേശു ആകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവപുത്രനായ ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവന്, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന് ജനിച്ച ഒരേ ഒരു മകനും ഏകജാതനെ നൽകുകയാണ് നമുക്ക്. അങ്ങനെ ആ വചനം എന്നാണ് ക്രിസ്തുവിന്റെ പേര്. അങ്ങനെ വചനം മാംസമായിട്ട് ഈ ഭൂമിയിലേക്ക്
നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഇറക്കി വിടുകയാണ്. കാരണം ആത്മമണ്ഡലത്തിൽ മരണമില്ല. ഇതാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ മേളിൽ നിന്നുള്ള ആളാണ്, നിങ്ങൾ അങ്ങനെയല്ല, താഴെ ജഡമണ്ഡലത്തിൽ നിന്നുള്ളതാണ്, ഞാൻ ആത്മമണ്ഡലത്തിൽ നിന്നുള്ളതാണ്. ഞാൻ മോളിൽ നിന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്നെ നിങ്ങൾ ഉയരത്തിൽ നിന്നും വന്നവനല്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചു പോകും. കാരണം ജഡമണ്ഡലം മൊത്തം പാപത്തിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. ഞാനാണ് ദൈവപുത്രൻ നിങ്ങൾ വിശ്വസിക്കണം. ഇതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനം പറയുന്നത് യേശുവിനെ നമ്മൾ ആരായിട്ട് വിശ്വസിക്കണം? ബൈബിൾ പറയുന്നത് അറിയാമോ? യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കണം. എന്നാൽ പിശാചിനെ നേരെ തിരിച്ചു, യേശുവിനെ അത്യുന്നതനെ ദൈവം എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റി. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ഇടയിൽ നേരെ തല തിരിച്ചു. അവർ യേശുവിനെ വെറും മനുഷ്യൻ മാത്രമായിട്ട് അധംപതിപ്പിച്ചു. പിടുത്തം കിട്ടിയ പിശാചിന് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഒന്നില്ലെങ്കിൽ ദൈവപുത്രനായ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിപ്പിക്കാതെ വെറും മനുഷ്യനെന്ന് വിശ്വസിപ്പിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവപുത്രനായ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിപ്പിക്കാതെ അത്യുന്നതനായ ദൈവം എന്ന് വിശ്വസിപ്പിക്കുക. രണ്ടിലും ജനം പെട്ടു. ഹല്ലേലൂയ. ബൈബിൾ വ്യക്തമായിട്ട് പറയാണ്, യേശുവിനെ നീ വിശ്വസിക്കണം. ആരായിട്ടാണെന്നറിയാമോ? ദൈവത്തിന്റെ പുത്രനായിട്ട് നീ വിശ്വസിക്കണം. എങ്കിൽ ദൈവം നിന്നിലും നീ ദൈവത്തിലും വസിക്കും. ഇതിനെ തെറ്റിച്ച് പഠിപ്പിക്കുകയാണ് പിശാചിന്റെ പദ്ധതി. വായിച്ചേ 1 യോഹന്നാൻ 4:15. ഇത് വ്യക്തതയോടെ നിങ്ങൾ അറിയണം. അറിഞ്ഞിട്ട് കറക്റ്റായിട്ട് ബൈബിൾ പറയുന്നതിന്റെ അപ്പുറം നമ്മൾ പോകണ്ട, സൂപ്പർ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകണ്ട. ഹല്ലേലൂയ. അതിൽ നിന്ന് താഴേക്കും പോകണ്ട, കറക്റ്റായിട്ട് വിശ്വസിച്ചാൽ മതി. വായിച്ച യേശുവിനെ ആരായിട്ട് വിശ്വസിക്കണമെന്നാണ് ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അപ്പൊ യേശുവിനെ ആരായിട്ട് സ്വീകരിക്കണം? ദൈവപുത്രൻ. ഹല്ലേലൂയ. എങ്കിൽ അവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കണം. അല്ലാണ്ട് യേശുവിനെ അത്യുന്നതനായ ദൈവമായിട്ടല്ല കാണേണ്ടത്, യേശുവിനെ യഹൂദന്മാരെ പോലെ മനുഷ്യനായിട്ടല്ല കാണേണ്ടത്, യേശു ദൈവപുത്രനായിട്ട് കാണണം. മനസ്സിലായി? ഈ ദൈവപുത്രനാണ് മനുഷ്യ ശരീരം ധരിച്ച് ജഡത്തിലേക്ക് വന്നത്. എന്തിനാണ്? ജഡത്തിൽ കുടുങ്ങിയ നമ്മളെ ആത്മാവിലേക്ക് കൊണ്ടുപോകാനാ. പിടുത്തം കിട്ടിയ ഇരുന്നു, പ്രാർത്ഥനയോടെ ഇരുന്നു. ജഡത്തിൽ കുടുങ്ങിപ്പോയ നമ്മളെ ആത്മാവിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവപുത്രനെ കൊണ്ടുവന്നത്. പിടുത്തം കിട്ടിയോ? ഇനി നമ്മൾ ജഡത്തിലേക്കല്ല ഇനി വരുന്നത്, ഇനി മൊത്തം നമ്മൾ ആത്മാവിലേക്ക് കയറുകയാ, ജഡം വിടുകയാ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസൊക്കെ പറയുന്നത്, ഞങ്ങൾ പിൻപിലുള്ളതിനെ വിടുകയാ. പിൻപിലുള്ളതിനെ വിട്ട് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഞങ്ങൾ ഓടുകയാണ്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇനി ഇതാണ് ആദത്തിലുള്ളതാണ് നമ്മുടെ പഴയ സൃഷ്ടിപ്പ്. എന്നാൽ നമ്മളെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ തന്റെ യാഗത്തിലൂടെ നമ്മളെ പുതിയ സൃഷ്ടികളാക്കി. മറ്റു ഒരു ജീവിക്കും ഈ ഫെസിലിറ്റി ഇല്ല. നമ്മളുടെ രണ്ടാമത്തെ സൃഷ്ടിപ്പ് കാൽവരി ക്രൂശിൽ വെച്ച് നമ്മളെ ഈ ആദത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ ഇങ്ങെടുത്തിട്ട് സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാക്കി മാറ്റി. പുതിയ സൃഷ്ടികളാക്കി. ഇതുകൊണ്ടാണ് 2 Corinthians 5:17 പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഈ ഒരു തിരിച്ചറിവ് ദൈവജനത്തിന് വേണം. പുതിയ സൃഷ്ടി. വായിച്ചേ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഇത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. ഇത് നമ്മളുടെ മറ്റൊരു തുടക്കമാണ്. ഹല്ലേലൂയ. അടുത്ത തുടക്കമാണ്. ആദത്തിൽ ഉണ്ടായിരുന്ന നമ്മളെ അവിടെ നിന്ന് മാറ്റി ക്രിസ്തുവിൽ തുടങ്ങാൻ വേണ്ടിയുള്ള തുടക്കമാണ്. ഒന്നൊരു വായിച്ചേ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിൽ. ക്രിസ്തു ആരാ? ദൈവപുത്രൻ. യേശു ആരാ? മനുഷ്യപുത്രൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ വ്യക്തതയോടെ മനസ്സിലാകണം. ക്രിസ്തു ദൈവപുത്രനാ. അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനാണ്. ഈ അന്ത്യകാലത്ത് യേശുവായി വെളിപ്പെട്ടവനാണ്. ശരീരത്തിൽ വരുമ്പോൾ വെളിപ്പെടാവുള്ളൂ, മാനിഫെസ്റ്റേഷൻ ആവുള്ളൂ. അപ്പോ ഈ ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയായി. കാൽവരി ക്രൂശിലാണ് ഈ സൃഷ്ടിപ്പ് നടന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളിലൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ലോകത്തുള്ള സർവ്വജനത്തെയും, അതായത് യഹൂദന്മാരെയും യവനന്മാരെയും ക്രിസ്തുവിൽ ഒരു പുതു മനുഷ്യനായി, ഒരൊറ്റ മനുഷ്യനായ സൃഷ്ടിച്ചാണ്. ഒരു പുതു മനുഷ്യനായി സൃഷ്ടിച്ചു. ആ പുതു മനുഷ്യനാണ് ദൈവപുത്രൻ.
ഹല്ലേലൂയ. ദൈവപുത്രനായ ക്രിസ്തുവിലാണ് ആ സെറ്റപ്പ് നടന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. വായിച്ചേ. ഇരുപക്ഷത്തെയും ഇരുപക്ഷം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെയും യവനന്മാരെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും, ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിപ്പാൻ. ഹല്ലേലൂയ. ഒരൊറ്റ ബോഡി, അതിന്റെ അർത്ഥം ഒരൊറ്റ മനുഷ്യ ബോഡി ആ സെറ്റപ്പില് സൃഷ്ടിപ്പാൻ. ഹല്ലേലൂയ. ഒരു ഒറ്റ പുതിയ മനുഷ്യനായി സൃഷ്ടിക്കുകയാണ്. ഹല്ലേലൂയ. ആ മനുഷ്യരാണ് ദൈവപുത്രന്മാർ. ഇത് തിരിച്ചറിയണം. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ സൃഷ്ടിപ്പ്, പുതിയ സൃഷ്ടിപ്പ്. പഴയതിന്റെ എക്സ്റ്റൻഷൻ അല്ല, എപ്പോഴും മനസ്സിലാക്കിക്കോളണം. പഴയതിന്റെ എക്സ്റ്റൻഷൻ അല്ല, ഇത് തികച്ചും പുതിയതാ. KJV പറയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ ജീവിയാണ്. ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്. ഇഫ് എനിവൺ ബി ഇൻ ക്രൈസ്റ്റ് ഹീസ് എ ന്യൂ ക്രീച്ചർ. പുതിയ ജീവി, അതായത് പുതിയ എക്സിസ്റ്റൻസ് ആണ് അതിൻ്റെ. പഴയതല്ല, പഴയതിൻ്റെ എക്സ്റ്റൻഷൻ അല്ല. ഈ പഴയതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു വീട്ടിൽ ഒരു മുറിയുണ്ട്, അപ്പനും അമ്മയും താമസിക്കുന്നു, ഒരു ഹോളുണ്ട്. അപ്പോൾ ഇതാ മകൻ്റെയോ മകളുടെയോ വിവാഹം വന്നു. അപ്പോൾ അപ്പം പറയുന്ന രംഗമാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയൊരു ചായ്പ് എടുക്കാം. ചായ്പ് എടുത്തിട്ട്, എടി നമുക്ക് അങ്ങോട്ട് മാറാം, പിള്ളേര് ഈ റൂമിൽ കിടക്കട്ടെ, കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ. അത് എക്സ്റ്റൻഷനാ അല്ലേ? മറ്റത് അങ്ങനെയല്ല. ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പുതിയ ഒരു വീട് പണിയുന്നത് പോലെ. മനസ്സിലാകുന്നുണ്ടോ? പഴയ സൃഷ്ടിയുടെ എക്സ്റ്റൻഷൻ അല്ല ഇത് പുതിയ വീടാ, പുതിയ സൃഷ്ടിപ്പാ. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അപ്പോ ഈ പുതിയ സൃഷ്ടിയെ കുറിച്ച് അറിഞ്ഞില്ല എങ്കിൽ ഈ ജനം എങ്ങനെ പുതിയ സൃഷ്ടിയിൽ ജീവിക്കും? പുതിയ സൃഷ്ടിയുടെ പ്രവർത്തനം അറിഞ്ഞില്ല എങ്കിൽ എങ്ങനെ അതിനെ പ്രവർത്തിപ്പിക്കും? ഇത് വ്യക്തതയോടെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ എന്താ നിങ്ങൾ ചോദിക്കുക, ഇതൊന്നും സഭ എന്താ അറിയാത്ത, ഞങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. കാരണം ഇതാണ് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം, ഇതാണ് ഏറ്റവും മറയപ്പെട്ട സന്ദേശം. പക്ഷെ ഇതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം. ഹല്ലേലൂയ. ഇതിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞ, മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചോ, ദൈവത്തിന്റെ നീതിയെ അന്വേഷിച്ചോ, അതോടുകൂടെ നിനക്ക് ഇവിടെ വേണ്ടതും കിട്ടും, അവിടെ വേണ്ടതും ഒക്കെ കിട്ടും. നിനക്ക് വേണ്ടത് മുഴുവനായി അതിൻ്റെ ഉള്ളിൽ. ഹല്ലേലൂയ. അപ്പോ അനേക മണ്ഡലത്തിലേക്ക് ഓടണ്ട. ഈ കർത്താവ് പറഞ്ഞ, യേശുക്രിസ്തു പറഞ്ഞ ഈ ഒരൊറ്റ കാര്യത്തിലേക്ക് ഓടിയാൽ മതി. അപ്പൊ നമ്മളെ തലം മാറ്റുകയാ, പുതിയതിലേക്ക് മാറ്റുക. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത്, ആദത്തിൽ പഴയ സൃഷ്ടിപ്പിൽ എല്ലാവരും മരിച്ചു പോകും, എന്നാൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിപ്പിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. പഴയ സൃഷ്ടിപ്പ് ജഡത്തിലും, പുതിയ സൃഷ്ടിപ്പ് ആത്മാവിലുള്ളതാണ്. അപ്പോ ആത്മാവാകുന്ന ദൈവം ആത്മാവിലുള്ള ദൈവപുത്രന്മാരെ ഒരുക്കുന്നു. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. ഇതാണ് എബ്രായർ 2:10 നമ്മൾ തുടക്കത്തിൽ വായിച്ചത്. ദൈവം അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. ആരാണ് രക്ഷാനായകൻ? യേശു കർത്താവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുക. അപ്പൊ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മളെ രക്ഷിക്കുന്നു. അതുകൊണ്ട് ബൈബിളിൽ പുത്രൻ രക്ഷിക്കുന്നു എന്ന് കാണാം, ദൈവം രക്ഷിക്കുന്നു എന്ന് കാണാം. രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? പുത്രൻ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനയാൽ പുത്രൻ കടന്നു വന്നു, പുത്രൻ നമ്മളെ രക്ഷിക്കുന്നു. പക്ഷെ അതിന്റെ പുറകിലുള്ള ആളാരാ? പിതാവാണ്. അപ്പൊ ഈ പുത്രൻ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടോ, പുത്രൻ രക്ഷിക്കുന്നു എന്ന് പുതിയ നിയമത്തിലുണ്ടല്ലോ. പഴയ നിയമത്തിൽ നോക്കിയേ, ദൈവം രക്ഷിക്കുന്നു അല്ലേ? അപ്പൊ ഈ പുത്രനല്ലേ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മ മൊത്തം പിതാവിനെ അങ്ങ് മറച്ചിട്ട് പുത്രനിലേക്ക് മാത്രം പോവുക. അങ്ങനെയാകരുത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പുത്രൻ മുഖാന്തരമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഇതിനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ഇത് നിങ്ങളിവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ധാരാളം ആളുകൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പിശാച് വെച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ പിശാചിന്റെ കളകളാണ് അവര്. അപ്പൊ നിങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവം പുത്രൻ മുഖാന്തരമാണ് നമ്മളെ രക്ഷിക്കുകയും പുത്രൻ മുഖാന്തരമാണ് നമ്മളെ ജനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നേ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ചിലടത്ത് പറയും യഹോവ രക്ഷിക്കുന്നു, യഹോവ രക്ഷകൻ. യഹോവ എങ്ങനെ രക്ഷിക്കുന്നേ? തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷിക്കുന്നേ. ഹല്ലേലൂയ. അപ്പോ യഹോവ ചെയ്യുന്നു പറഞ്ഞിട്ട് ഈ പുത്രൻ മുന്നേ കൊണ്ട് യഹോവയാക്കരുത്. പുത്രൻ വേറെ, യഹോവ വേറെ. ഹല്ലേലൂയ. അപ്പൻ അമ്മയിലൂടെ കാര്യങ്ങൾ ചെയ്തു എന്നൊരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നു, അമ്മയിൽ എഴുതി വെച്ചിരിക്കുന്നു. ഒരു സ്ഥലത്ത് ചെയ്യുന്ന അപ്പൻ ചെയ്തു എന്ന്, വേറെ സ്ഥലത്ത് എഴുതിയിരിക്കുന്ന അമ്മ ചെയ്തു എന്ന്. ഉടനെ തന്നെ അമ്മയെ കൊണ്ട് അപ്പനെ ഒഴിവാക്കണോ?
ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്ന അമ്മയാണൊക്കെ ചെയ്തത്, വേറൊരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്ന അപ്പനാണ് ചെയ്തത്. ശരിക്കും ചെയ്തത് ആരാ? അപ്പനാണ്, അമ്മ മുഖാന്തരം ചെയ്യുകയാണ്. ഇതുപോലെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു മുഖാന്തരം ചെയ്യുകയാണ്. ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവെ കൊണ്ട് സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കേണ്ടതാണ് പിശാചിന്റെ രീതി. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവിനെ കൊണ്ട് ക്രിസ്തുവിനെ ഒഴിവാക്കരുത്, ക്രിസ്തുവെ കൊണ്ട് സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കരുത്. രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട് സ്വർഗ കുടുംബത്തിൽ. ഒരാൾ കാരണഭൂതനും ഒരാൾ മുഖാന്തരവുമാണ്. അതുകൊണ്ട് യൂദാലേഖനം അവസാന വാക്യം വായിക്കുമ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആകാനായിട്ട് ഇടയാകും. അതൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഒറ്റ അധ്യായമേ ഉള്ളൂ കേട്ടോ. അതിന്റെ 24-25 വായിച്ചോളൂ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. പിടുത്തം കിട്ടിയോ? യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ രക്ഷിക്കുന്ന രക്ഷിതാവായ ദൈവം. ക്ലിയർ ആയിട്ട് എഴുതി വെച്ചേക്കണേ. ഹല്ലേലൂയ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അതായത് നമ്മളെ എവിടെ കൊണ്ട് നിർത്തണം? അവസാനം സ്വർഗസ്ഥ പിതാവിന്റെ മുമ്പിൽ കളങ്കമില്ലാത്തവരായി വിശുദ്ധിയോടെ കൊണ്ട് നിർത്തണം. എങ്ങനെയാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്താ എഴുതിയേക്കണേ അവിടെ? ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി, മുഖാന്തരം പഠിപ്പിക്കാൻ വേണ്ടി. യേശുക്രിസ്തു മുഖാന്തരം ആര് ചെയ്യുന്നു? രക്ഷിതാവായ ദൈവം ചെയ്യുന്നു. പിടുത്തം കിട്ടിയാ? അപ്പൊ രക്ഷിതാവായ ദൈവം രക്ഷിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ്. രക്ഷിച്ചെടുക്കുന്നതിന്റെ ഉദ്ദേശം ഈ മക്കളെ കളങ്കമില്ലാത്തവരായി തന്നോടുകൂടെ ജീവിക്കാൻ വേണ്ടി കിട്ടണം. പിടുത്തം കിട്ടിയ? ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാന്ന് ഇന്നലെ നമ്മൾ കേട്ടു. 1 തെസ്സലോനിക്കർ 5:9-10. ദൈവം നമ്മളെ വിളിച്ചത് കോപത്തിനല്ല, അടിക്കാൻ വേണ്ടിയല്ല. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിനാ വിളിച്ചേക്കണേ. അവസാനം നാം കളങ്കമില്ലാത്തവരായി ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അപ്പോ പിശാചിന്റെ ഏറ്റവും ലേറ്റസ്റ്റും ഏറ്റവും കഠിനമായ ഭയങ്കര കോട്ടയാണ് പുത്രനെ കൊണ്ട് പിതാവിനെ അങ്ങ് മറച്ചു കളയുക. ഹല്ലേലൂയ. ക്രിസ്തുവെ കൊണ്ട് ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായ സ്വർഗസ്ഥ പിതാവിനെ മറച്ചു കളയുക. ശക്തമായ കോട്ടയാണ്. ഹല്ലേലൂയ. അത് ഇടിക്കണമെങ്കിൽ അത്രയും വലിയ ബുൾഡോസർ വേണം. ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടു കൂടി വേണം ആ കോട്ടയെ ഇടിക്കാൻ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പൊങ്ങുന്ന ഏതൊരു സങ്കല്പത്തെയും കോട്ടകളെ ഇടിച്ചു കളയണം. ഹല്ലേലൂയ. എന്നിട്ട് പുത്രനെ കൊണ്ട് പിതാവിനെ മറക്കുകയല്ല വേണ്ടത്, പുത്രനിലൂടെ പിതാവിൽ എത്തുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. പുത്രനെ തന്നത് പിതാവിനെ മറയ്ക്കാനല്ല, ജഡമണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് നമ്മൾ ചെല്ലാനാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ മാത്രം, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അല്ല എങ്കിൽ നമ്മളുടെ ജഡമണ്ഡലത്തിലെ ജഡിക മനോഭാവമാണെങ്കിൽ ആ ദേവിക്ക് കുറച്ച് പൂമാല കൊടുത്തു, ഈ ദേവന് കുറച്ച് എണ്ണ കൊടുത്തു, ആ പുണ്യാളന് അതൊന്നും ഇഷ്ടമല്ല കതിന കൊടുത്തു, ആ പുണ്യവതിക്ക് അങ്ങനെയൊന്നുമില്ല, വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ടൂറ് പോലെ നേർച്ച അവിടെ ചെന്നാൽ മതി. ഇതേപോലെ യേശുവിന് ഇതൊന്നുമല്ല വേണ്ട, മൊത്തം സ്തുതിയാ വേണ്ടേ. അതുകൊണ്ട് യേശുവിന് സ്തുതി കൊടുത്തു. ഒരാൾക്ക് പൂമാല, ഒരാൾക്ക് എണ്ണ, ഒരാൾക്ക് വർഷത്തിലുള്ള ടൂറ്, ഒരാൾക്ക് കതിന, ഒരാൾക്ക് സ്തുതി. ഇങ്ങനെയൊന്നും അല്ല വിശുദ്ധ ബൈബിളില് യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞു തന്നത്. യേശു പറഞ്ഞത് എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. 25 പ്രാവശ്യത്തിലധികം 4 സുവിശേഷത്തിലും പറഞ്ഞു ഫോളോ മീ, എന്നെ അനുഗമിക്കുക. നമ്മൾ അത് ചെയ്യാതെ ഹല്ലേലൂയ നമുക്ക് ചെലവില്ലാത്തൊരു പരിപാടി, പൂമാല, മെഴുകുതിരി, അല്ലെന്നുണ്ടെങ്കിൽ സ്തുതി, ഇങ്ങനെയൊക്കെ കൊടുത്ത് അവസാനിപ്പിക്കല്ലേ. ദൈവപുത്രനെ ബഹുമാനിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അവരത് അർഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടൊന്നും നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറില്ല. ഇതാണ് യേശു കർത്താവ് പറഞ്ഞത്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണേ. പിതാവ് എന്താ ചെയ്യണേ? പിതാവ് പുത്രന്മാരെ ഒരുക്കുക. അതാണ് പിതാവിൻ്റെ ഇഷ്ടം. നമ്മുടെ ശുദ്ധീകരണത്തിലൂടെ പുത്രന്മാരെ ഒരുക്കുകയാ.
ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് മനസ്സിലാക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം, അതിൽ നമ്മൾ ഒരു വാക്യം സ്പർശിക്കാൻ പോവുകയാണ്. അതായത് അവിടെയാണ് ഈ ദൈവ ഇഷ്ടം എന്ന സംഭവം കിടക്കുന്നത്. അവിടെയാണ് സ്വർഗരാജ്യത്തിൽ കയറാനുള്ള വിസ കിടക്കണേ. ഹല്ലേലൂയ. അവിടെയാണ് സ്വർഗരാജ്യത്തിൽ കയറാനുള്ള വിസ കിടക്കുന്നത്. യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് മത്തായി 7:21. എന്താ പറഞ്ഞേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എപ്പോഴും ഇവിടെ പറയുന്നൊരു വചനമാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ ആത്മമണ്ഡലമായ, ഞാൻ കൂട്ടിച്ചേർക്കുക, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ, പിതാവിന്റെ അടുക്കൽ എത്തുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോ ഈ യേശുവിനെ കർത്താവേ എന്ന് പറഞ്ഞതിൽ നിങ്ങളെ ആരെങ്കിലും ഒതുക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒതുങ്ങിപ്പോയി. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ തന്റെ പുത്രനിലൂടെ ന്യായം വിധിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, എത്തത്തില്ല അവിടെ. അപ്പോ യേശുവോടെ പറയുക, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ. അപ്പൊ ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്തന്വേഷിക്കും? പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കും. നിങ്ങൾ ഒരിക്കലും ദുബായിൽ വന്ന് അവിടെ അങ്ങോട്ടേക്ക് പോകാൻ ഇവിടെ നിന്ന് വിസ ഓൺ അറൈവലൊക്കെ കിട്ടി, ഒരു മെസ്സേജൊക്കെ ആരോ അയച്ചു, അങ്ങനെ നിങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ദുബായിൽ ചെന്നു. പലരും അവിടെ എയർപോർട്ട് വരെ വന്നിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്. കാരണം വിസ ഇല്ല. അവിടെ എത്തുമ്പോൾ വിസ കിട്ടുമെന്ന് വിചാരിച്ചു, വിസ കിട്ടിയില്ല. അവിടെ ചെന്ന് പാസ്പോർട്ട് കൊടുത്തപ്പോൾ വിസ ഓൺ അറൈവൽ, വിസ വന്നിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ വീണ്ടും പാസ്പോർട്ട് കൊടുത്തു, വിസ കമ്പ്യൂട്ടറിൽ വന്നിട്ടില്ല. വീണ്ടും വെയിറ്റ് ചെയ്തു, വിസ വന്നിട്ടില്ല. അവർ നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ചുവിടും. പാസ്പോർട്ടേ എന്ന് 10 പ്രാവശ്യം കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. വിസ ഉള്ളവനെ ദുബായി കയറുള്ളൂ. മനസ്സിലായോ? ഇതേപോലെ യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് യേശു പറഞ്ഞേ. എൻ്റെ പിതാവിന്റെ ഇഷ്ടമാണ് അവിടുത്തെ വിസ. ആ വിസ ഉള്ളവനെ സ്വർഗരാജ്യത്തിൽ കയറത്തുള്ളൂ. അപ്പം നമ്മൾ ബുദ്ധി ഉള്ളവനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്നു, അവിടെ നിന്ന് തിരിച്ചു പോകുന്നു, കേരളത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്ത എന്തായിരിക്കും അന്ന് മുതൽ? വിസ വേണം, വിസ വേണം, വിസ വേണം, അല്ലേ? ഇവിടെ യേശു കർത്താവ് മത്തായി 8:21 പറഞ്ഞൊരു കാര്യം, ആ വിസ എന്ന് പറയുന്നത് സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടമാണ്. ആ സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടമാണ് വിസ. അപ്പോ ആ വിസ എങ്ങനെ സംഘടിപ്പിക്കാം എന്നാണ് പിന്നെ അടുത്ത നിങ്ങളുടെ ചിന്ത. അപ്പൊ ഇവിടെ നമ്മൾ നമ്മൾ വിസ സംഘടിപ്പിക്കാൻ വേണ്ടി ഈ ആരെങ്കിലും ഏജന്റുമാരെ കോണ്ടാക്ട് ചെയ്ത് വിസയൊക്കെ ഒരുക്കാനും വേണ്ടി ശ്രമിക്കും. ഇവിടെ അങ്ങനെ ഏജന്റുമാരെയൊന്നും കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടുത്തെ വിസ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടമാണ്. അപ്പൊ പിതാവിന്റെ ഇഷ്ടം, ആ വിസ നമുക്ക് കിട്ടണമെങ്കിൽ ഈ അറിവിലൂടെയാണ് കിട്ടുന്നത്. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുക. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോണേ. ആ പിതാവിന്റെ ഇഷ്ടത്തെക്കുറിച്ച് ദൈവം പറയുമ്പോൾ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 നോക്കാൻ പോവുക. എന്താ നോക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ഭക്തനായൊരു മനുഷ്യൻ, അദ്ദേഹം തൻ്റെ സ്വർഗ സന്ദർശനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്. യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ യേശു ക്രിസ്തുവോട് പല ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഒരു ചോദ്യം ഇതാണ്. അദ്ദേഹം ചോദിച്ചു, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചു. ആ ചോദ്യം യേശു ക്രിസ്തുവിന് ഇഷ്ടമായി ചിരിക്കുന്ന മുഖത്തോടെ യേശു ക്രിസ്തു പറഞ്ഞു കൊടുത്തു, ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. പിന്നെ യേശു തുടർന്നു, അതിലേറ്റവും പ്രധാനപ്പെട്ട അധ്യായം യെശയ്യാ 53 വീണ്ടും യേശു തുടർന്നു, അതിലേറ്റവും പ്രധാനപ്പെട്ട വാക്യം 53:10. അപ്പൊ നിങ്ങൾ എന്തിനാ ഈ 53:10? അവിടെ കിടക്കുന്നുണ്ട് വിസ അവിടെ കിടക്കുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ ഇഷ്ടം അവിടെ കിടക്കുന്നുണ്ട്. അതുണ്ടെങ്കിലേ സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റുള്ളൂ യേശു പറഞ്ഞു. അപ്പൊ നമുക്ക് വിസ അന്വേഷിച്ച് പോവാം. ഓക്കെ, ഇപ്പൊ നമുക്ക് മനസ്സിലായില്ല. അനേകർ അവിടെ പോയിട്ട് തിരിച്ചു പോകുന്ന കാര്യം കണ്ടോ? മത്തായി 7:21 ന്യായാസനത്തിൽ ശബല്ലി എമിഗ്രേഷനാ. അങ്ങോട്ട് കയറാൻ ചെന്നപ്പോ യേശു ക്രിസ്തുവിന്റെ ആ ന്യായവിധി കഴിഞ്ഞു വേണമെങ്കിൽ ചെല്ലാൻ യേശുവിന്റെ വചനമായി പറയണേ. യേശു പറഞ്ഞു, അന്നാളിൽ പലരും എന്നോട് പറയും എന്ന് പറഞ്ഞ് പ്രവചിക്കുകയാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തതിനെ സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തുള്ളൂ. ദൈവദാസന്മാര് അഭിഷിക്തന്മാര് എല്ലാവരും അവിടെ വരും. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല, ഗെറ്റ് ഔട്ട്. അപ്പോ തിരിച്ചു പോന്നിരിക്കുക അനേകര്. അപ്പൊ നമ്മൾ തിരിച്ചു പോകുന്ന ആ കൂട്ടത്തിൽ നമ്മളെ കൂടി വെക്കുക. എന്നിട്ട് തിരിച്ചിപ്പോ വന്ന് നമ്മളങ്ങോട്ട് എത്തിയിട്ടില്ല, നമ്മളോട് വെച്ചിട്ട് തിരിച്ചു വന്നിട്ട് നമുക്കിനി വിസ അന്വേഷിക്കാം. വിസ അന്വേഷിക്കുമ്പോൾ ആണ് വിസ കിടക്കുന്നത് യെശയ്യാ 53:10. അപ്പൊ നമുക്ക് യെശയ്യാ 53:10 ഒന്ന് പോകാം. സ്വർഗ്ഗരാജ്യത്തിൽ കയറാനുള്ള വിസ യേശു പറഞ്ഞത് ദൈവ ഇഷ്ടം എന്നാ, അല്ലേ? ആ ദൈവ ഇഷ്ടം എന്താണ്? ആ ദൈവ ഇഷ്ടമെന്ന് നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരികയാണ്.
53-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ശബ്ദമുയർത്തി വായിക്കുക. എന്നാൽ ക്രിസ്തുവെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവം ക്രിസ്തുവിന് കഷ്ടം വരുത്തി. ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. കണ്ടോ, സൂക്ഷിച്ചു നോക്കി അവിടെ വിസ കിടക്കുന്നതാണ്. വിസ കണ്ടോ? എന്താ വിസ? മത്തായി 7:21 എന്താ വിസ? സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കണമെങ്കിൽ എന്ത് വേണമെന്നാ കർത്താവ് പറഞ്ഞേ? എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പൊ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള വിസ എന്താ? പിതാവിന്റെ ഇഷ്ടമാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള വിസ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, അടുത്ത ആൾക്ക് ഷെയ്ക്കാൻ എടുത്തിട്ട് പറഞ്ഞേ, പിതാവിന്റെ ഇഷ്ടമാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള വിസ. ഓൺലൈനായിരിക്കും നിങ്ങൾക്കും പറയാം കേട്ടോ. ഹല്ലേലൂയ. യൂട്യൂബിലൂടെ കാണുന്ന എല്ലാവർക്കും, ഫേസ്ബുക്കിലൂടെ കാണുന്ന എല്ലാവർക്കും പറയാം, പിതാവിന്റെ ഇഷ്ടമാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാനുള്ള വിസ. ആരാത് ചോദിച്ചേ? ഹെവൻലി ഇമിഗ്രേഷൻ ഓഫീസർ, ജഡ്ജി യേശു ചോദിച്ചേ. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ടൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റില്ല. എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കാൻ പറ്റുകയുള്ളൂ. കാരണം നിങ്ങൾ ഇവിടെ നിന്ന് ദുബായ് ഇമിഗ്രേഷൻ ചെന്നിട്ട് അവിടുത്തെ ഗവൺമെന്റ് ഓഫീസറുടെ അടുക്കൽ പാസ്പോർട്ട് എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ അയാൾ കയറ്റുമോ? അതിലേക്കും പാസ്പോർട്ടേ എന്ന് പറയണവനല്ല UAE കയറുന്നത്. UAE ഗവൺമെന്റിന്റെ വിസ ഉള്ളവനെ UAE കയറുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് യേശു ക്രിസ്തു പറയുന്നത്. കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിന്റെ പിടിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടു. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അത് ട്രാവലിംഗ് പെർമിറ്റാ. വിസ എന്ന് പറയുന്നത് ട്രാവലിംഗ് പെർമിറ്റ് അല്ല, എൻട്രി പെർമിറ്റാ, പ്രവേശന പെർമിറ്റാ. മനസ്സിലാവുന്നുണ്ടോ? രണ്ടും വേറെ വേറെയാ. ഒന്ന് യാത്ര ചെയ്യാൻ, മറ്റത് പ്രവേശിക്കാൻ. യാത്ര ചെയ്യാനുള്ള പെർമിറ്റ്, പാസ്പോർട്ട് കൊടുക്കുന്നത് യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ആ രാജ്യമാ. എന്നാൽ ഏത് രാജ്യത്തേക്കാണ് കയറുന്നത് ആ രാജ്യമാണ് വിസ തരേണ്ടത്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പോ ഇതാ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വിസ വേണോ? ഈ ഭൂമിയിൽ ഈ ജീവിതകാലത്ത് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. ആ പിതാവിന്റെ ഇഷ്ടം ഈ വചനത്തിലുണ്ട്. ഈ വിസ ഇവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. ഒന്നുകൂടി വായിച്ചേ. നിങ്ങളൊന്ന് വായിച്ചേ. ഒന്നുകൂടി വായിച്ചാൽ വിസ കിടക്കുന്ന കാണാം. പിതാവിന്റെ ഇഷ്ടം ഇവിടെ കിടക്കുന്ന കാണാം. എന്നാൽ ക്രിസ്തുവെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവം ക്രിസ്തുവിന് കഷ്ടം വരുത്തി. ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. വിസ കണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? യഹോവയുടെ ഇഷ്ടമെന്ന് എഴുതിയിട്ടുണ്ടോ? ആ വാക്യത്തിൽ എവിടെയെങ്കിലും യഹോവയുടെ ഇഷ്ടം കിടക്കുന്നുണ്ടോ? വായിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. മനസ്സിലായോ? വായിച്ചിട്ട് വല്ല യഹോവയുടെ ഇഷ്ടം കിടക്കുന്നുണ്ടോ? ഇപ്പോഴും കിട്ടിയിട്ടില്ല. കാരണം ഈ സംഭവം അടഞ്ഞിരിക്കുക, ഇങ്ങനെ മറഞ്ഞിരിക്കുക, പിടുത്തം കിട്ടത്തില്ല. ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പുറകെ വായിച്ചോട്ടോ. എന്നാൽ ക്രിസ്തുവെ തകർത്ത് കളവാൻ, വായിക്കേ. എന്നാൽ ക്രിസ്തുവെ തകർത്ത് കളവാൻ. ഇനിയിപ്പോ ഇത് ഉള്ളതുപോലെ തന്നെ വായിച്ചു. അവന് കഷ്ടം വരുത്തി. അതായത് യഹോവ ക്രിസ്തുവിനെ കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ, ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും, അതായത് ക്രിസ്തു സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. എന്താ ചെയ്യണേ? എന്ത് സാധനം? എന്നാലും വിസയിലേക്ക് വരൂല. ദീർഘായുസ് കൈയാൽ സാധിക്കും. ഇതിന്റെ ഇടയിലൊരു സാധനം കിടക്കുന്നുണ്ട്. യഹോവയുടെ ഇതാണ് വിസ. മനസ്സിലായോ? ഇതാണ് വിസ. യഹോവയുടെ ഇഷ്ടം. പിടുത്തം കിട്ടിയ?
നേരത്തെ മത്തായി 7:21 എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്. ആ പിതാവ് തന്നെയാണ് ഈ യഹോവ. യഹോവയുടെ ഇഷ്ടം ചെയ്യുന്നവനാണ്. മനസ്സിലായോ? യഹോവയുടെ ഇഷ്ടമാണ് യേശുവിൻ്റെ കയ്യാൽ സാധിക്കുന്നത്. ഹല്ലേലൂയ. യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിൻ്റെ കയ്യാൽ സാധിക്കും. അപ്പൊ മനസ്സിലായി യഹോവയുടെ ഇഷ്ടം. അപ്പൊ വിസ എവിടെയുണ്ട്? ദേ കിടക്കണം. യഹോവയുടെ ഇഷ്ടമാണ് ഈ പിതാവിൻ്റെ ഇഷ്ടം. അർത്ഥം കിട്ടിയ? ഇനി അടുത്ത നമുക്ക് ഇത് കണ്ടുപിടിക്കാം. എന്താണ് യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിൻ്റെ കയ്യാൽ സാധിക്കുന്നല്ലേ പറഞ്ഞേ? അതെന്താണ് യഹോവയുടെ ഇഷ്ടം? ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? പുത്രനെ ക്രൂശിക്കണം, തകർത്ത് കളയണം. എന്താണ് യഹോവയുടെ ഇഷ്ടം? ഈ വാക്യം വായിച്ചിട്ട് ഒന്നിട്ട് വായിച്ചു നോക്കുക. നിങ്ങൾ വായിച്ചോ, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞങ്ങ് പോയിട്ട് നിങ്ങൾക്ക് അകത്ത് കയറിയില്ല കാര്യമില്ല. അവനെ തകർത്ത് കളവാൻ, അതെ ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്താണ് സംഭവം? യഹോവ ക്രിസ്തുവിന് കഷ്ടം വരുത്തി. ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ 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 സന്തതിയെ കാണുകയും അപ്പൊ യഹോവയുടെ ഇഷ്ടം എന്താ? സന്തതിയെ കാണണം, ദൈവമക്കളെ കാണണം. മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഈ പ്രസവന അനുഭവിക്കുന്നത്. ശ്രദ്ധിച്ചേ, യഹോവയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലൂടെ ദൈവമക്കളെ കാണണം. പിടുത്തം കിട്ടിയ? ദൈവമക്കളെ കാണണം, അല്ലാണ്ട് മതക്കാരെ കാണാനല്ല. ദൈവമക്കളെ, ആത്മാവാൽ നയിക്കപ്പെടുന്ന ക്രിസ്തുവെ പോലുള്ള ദൈവമക്കളെ കാണണം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇതാണ് യഹോവയുടെ ഇഷ്ടം. നമ്മൾ ഹെബ്രായ ലേഖനം 2:10 വായിച്ചപ്പോൾ നേരത്തെ ഇത് തന്നെയല്ലേ നമ്മൾ വായിച്ചേ? സകലത്തിലെല്ലാവർക്കും സകലത്തിലും കാരണബോധനുമായവൻ അനേക പുത്രന്മാരെ ഒരുക്കുന്നു, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. അത് തന്നെയല്ലേ ഇത്? മനസ്സിലായോ? ക്രിസ്തുവെ തകർത്ത് കളഞ്ഞിട്ട് പുത്രന്മാര് ഒരുക്കുകയാ. ഈ തകർക്കുന്ന സംഭവമാണ് പുതിയ സൃഷ്ടികർമ്മം. ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയായെന്ന് പറഞ്ഞില്ലേ? ഈ തകർക്കുന്ന കാൽവരി ക്രൂശിൽ വെച്ചാണ് നമ്മുടെ പഴയ പാപങ്ങളുടെ പേയ്മെന്റും കൊടുത്ത് നമ്മളെ പുതിയ ആക്കിയത്. ഹല്ലേലൂയ. അപ്പോ ഇതാണ് നമ്മുടെ പുതിയ തുടക്കം. നമ്മുടെ പുതിയ തുടക്കമാണ്, ആത്മാവിലുള്ള തുടക്കമാണ്. അത് ഭൂമിയിലുള്ള ജഡിക മക്കളല്ല, ആത്മാവിലുള്ള ദൈവപുത്രന്മാരാണ്. ഈ ഒരു തലം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ക്രിസ്തുവിലൂടെ അനേക ദൈവപുത്രന്മാരെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. കാരണഭൂതനായ പിതാവ് മുഖാന്തരമായ ക്രിസ്തുവിലൂടെ അനേക പുത്രന്മാരെ ഒരുക്കുന്നു. ഇവിടെയാണ് നമ്മൾ കാരണഭൂതന് മുഖാന്തരം മനസ്സിലാക്കേണ്ടത്. ഭൂമിയിലെ കുടുംബമുണ്ട്, സ്വർഗത്തിലും കുടുംബമുണ്ട്. ഭൂമിയിലെ കുടുംബത്തിലെ കാരണഭൂതൻ പിതാവാണ്, മുഖാന്തരം മാതാവാണ്. പിതാവ് മാതാവ് മുഖാന്തരമാണ് മക്കളെ ജനിപ്പിക്കുന്നത്. ഭർത്താവ് ഭാര്യ മുഖാന്തരമാണ് മക്കളെ ജനിപ്പിക്കുന്നത്. ഇവിടെ സ്വർഗീയ കുടുംബത്തിൽ കാരണഭൂതൻ സ്വർഗസ്ഥ പിതാവാണ്, മുഖാന്തരം ക്രിസ്തു യേശുവാണ്, തൻ്റെ പുത്രനാണ്. അവിടെ സ്ത്രീ കഥാപാത്രങ്ങളില്ല. മനസ്സിലായോ? അവിടെ സ്ത്രീ കഥാപാത്രങ്ങളില്ല. അവിടെ എല്ലാം അവരാത്മരൂപികളാണ്. പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെയാണ് മക്കളെ ജനിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ കാണുന്ന സംഭവം. ഇതാണ് പുതിയ സൃഷ്ടികർമ്മം. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഈ അറിവ് എല്ലാവർക്കും ഇല്ല എന്ന് പറഞ്ഞ് ആദ്യ ദിവസം രണ്ടാം ദിവസമാണ് നമ്മൾ പഠിച്ചൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ബൈബിള് പറയുന്നുണ്ട് ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഏതറിവാണ് എല്ലാവർക്കും ഇല്ലാത്തത്? അതിൽ പല സെക്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് പഠിച്ചത് ദൈവങ്ങൾ എന്ന് പറയുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ട്. വേറൊന്നുമല്ല, ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഭരണാധികാരികളെയാണ് അതായത് റൂളേഴ്സാണ്, ജഡ്ജസിനെയാണ് ഈ ദൈവങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവ കുടുംബത്തിലെ ദൈവത്തിൻ്റെ മക്കളെയാണ് ഈ ദൈവങ്ങളെന്ന് വിളിക്കുന്നത്. ഇവരാരും അത്യുന്നതനായ ദൈവമല്ല.
ഇവരെല്ലാവരും ഭരണാധികാരികൾ, ഹെഡുകളാണ്, തലവന്മാരാണ്, പല സെക്ഷനിലുള്ള തലവന്മാരാണ്. ഇവരുടെയൊക്കെ മുകളിലുള്ള തലവനാണ് അത്യുന്നതനായ ദൈവം. ആ ദൈവം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭരണകർത്താവാണ് തൻ്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. ഇതാണ് ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ഇതാണ് ആ ഓർഡർ, ഹൈറാർക്കി. പക്ഷേ പിശാചു കൊണ്ടുവച്ചത് അങ്ങനെയൊന്നുമല്ല. പിശാചു 3-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവച്ചിട്ട് അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിൻ്റെ ഒപ്പത്തിനൊപ്പം പുത്രനായ ക്രിസ്തുവും അതിന് ചേർത്ത് പിടിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെയും കൂടി ചേർത്ത് പിടിച്ചു ഒന്നാക്കി കൊണ്ടുവന്നു. അത് ദൈവരാജ്യ സുവിശേഷത്തെയും ബൈബിളിന് വിപരീതമാണ്. ഹൈറാർക്കിക്ക് തെറ്റുപറ്റി. ഹല്ലേലൂയ. ആ ഹൈറാർക്കി, ബൈബിളിലെ ഹൈറാർക്കിയെ തെറ്റിച്ച് പിടിപ്പിച്ചിട്ട് നമ്മളെയും ദൈവത്തെയും തമ്മിൽ നിത്യം അകത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവവുമായി ഒന്നായി മാറുകയാണ്. ആ ഹൈറാർക്കി വ്യത്യാസമുണ്ട്. താഴെ നമ്മൾ, നമ്മുടെ തലയായ ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തലയായ ദൈവം, എല്ലാവരും കൂടി ഒറ്റ ബോഡി. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം. അത് നമ്മൾ മനസ്സിലാക്കും പുറകെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയാം. മക്കളെ കാണണം. ദൈവത്തിന് ക്രിസ്തുവിലൂടെ മക്കളെ കാണണം. അപ്പോൾ നമ്മൾ ആ അറിവില്ലാത്ത ആ ഒരു തലം നമ്മൾ വ്യക്തമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കുമ്പോൾ, നിങ്ങൾ ഇനി തെറ്റിപ്പോകരുത്. ഈ അറിവില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോകരുത്. സ്വർഗീയ ഭവനത്തിലെ കാരണഭൂതൻ സ്വർഗസ്ഥ പിതാവും മുഖാന്തരം, Lord, I love you, ക്രിസ്തയേശുവാണ്. 1 കൊരിന്ത്യർ 8:7 വായിച്ചേ. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എല്ലാവരിലും ഈ അറിവില്ല. എന്താണ് എല്ലാവരും ഇല്ലാത്ത അറിവ്? അതിന്റെ 5 മുതൽ വായിച്ചോളൂ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഇനി അധികം മൂവ് ചെയ്യുന്നില്ല. ദൈവങ്ങൾ എന്ന് പറയുന്നവർ, എലോഹീം എന്ന് പറയുന്നവർ ആകാശരൂപയിൽ നിറച്ചുണ്ട്. അവരൊക്കെ ഹെഡുകളാണ്. ഇവരാരും അത്യുന്നതനായ ദൈവമല്ല, എല്ലാ ഹെഡുകളാണ്. ഉണ്ടെങ്കിലും അവയെല്ലാം മുകളിലുള്ള മഹാദൈവമാണ് സ്വർഗസ്ഥ പിതാവ്. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. താഴേക്ക്. പിതാവ് സകലത്തിനും കാരണഭൂതനും നാം പിതാവിനായി ജീവിക്കേണ്ടതുമാകുന്നു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണത് കാരണഭൂതനാണ്. ആ പിതാവ് സകലത്തിനും കാരണഭൂതൻ. ഒന്ന് പറഞ്ഞേ, കാരണഭൂതൻ. ഓൺലൈനിലായിരിക്കും നിങ്ങളും പറഞ്ഞേ കാരണഭൂതൻ. സ്വർഗസ്ഥ പിതാവാണ് സകലത്തിനും കാരണഭൂതൻ. അതിന്റെ അർത്ഥം എല്ലാം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ സകലത്തിന്റെയും ആൽഫ, ആരംഭം അവിടെ നിന്നാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവും ഒരാരംഭമാണ്. യേശു ക്രിസ്തുവിലാണ് സകലതും ദൈവം ആരംഭിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രൊജക്റ്റിൽ ആൽഫ യേശു ക്രിസ്തുവാണ്. എന്നാൽ പ്രൊജക്റ്റിന്റെ ആൽഫ സ്വർഗസ്ഥ പിതാവാണ്. നമ്മൾ തിരിച്ചറിയണം, ഹെഡാണ് സ്വർഗസ്ഥ പിതാവ്. ആ പിതാവിന്റെ താഴെയുള്ള ഹെഡാണ് കർത്താവായ യേശു ക്രിസ്തു. ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീക്ക് ലെറ്ററിലെ ആദ്യത്തെ അക്ഷരമാണ്. നമ്മൾ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആൽഫ ആൻഡ് ഒമേഗ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ആ സ്വർഗസ്ഥ പിതാവ് സകലത്തിനും കാരണഭൂതനാണ്. നാം ആ പിതാവിന് വേണ്ടി ജീവിക്കേണ്ടതുമാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്. ഇത് താഴെ യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കാരണഭൂതൻ എന്നല്ല പറയുന്നത്, മുഖാന്തരമാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എടുത്തത്. കാരണഭൂതനും മുഖാന്തരവും മനസ്സിലാക്കുക. താഴേക്ക് വായിച്ചേ. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. ക്രിസ്തു മുഖാന്തരം സകലവും, ക്രിസ്തു മുഖാന്തരം നാമുമാകുന്നു. മനസ്സിലായോ? യേശു മുഖാന്തരമാണ്, ക്രിസ്തു മുഖാന്തരമാണ്. ഹല്ലേലൂയ. അപ്പൊ സ്വർഗസ്ഥ പിതാവ് ആരാണ്? കാരണഭൂതൻ. യേശു ക്രിസ്തുവോ മുഖാന്തരം. ഒരാൾക്ക് ഷെയ്ക്കാൻ എടുത്തിട്ട് പറഞ്ഞേ, ഇതാ സ്വർഗസ്ഥ പിതാവ് കാരണഭൂതനും യേശു ക്രിസ്തു മുഖാന്തരവുമാണ്. ക്ലിയർ ആയോ? എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇട്ടിട്ടില്ല, എല്ലാം വിശുദ്ധ ബൈബിളിൽ നിന്നാണ് പറയുന്നത്. സ്വർഗസ്ഥ പിതാവ് കാരണഭൂതൻ, യേശു ക്രിസ്തു മുഖാന്തരം. ഇനി നിങ്ങൾ ബൈബിൾ വായിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതുവരെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആകാൻ തുടങ്ങും. നിങ്ങൾക്ക് കാണാം, യേശു ക്രിസ്തു മുഖാന്തരം സ്വർഗസ്ഥ പിതാവ് പ്രവർത്തിച്ചു, സ്വർഗസ്ഥ പിതാവ് യേശു ക്രിസ്തു മുഖാന്തരം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരാളെ ക്യാൻസൽ ചെയ്യുന്നില്ല ഇന്ന് ചെയ്യുന്നത് പോലെ. ഹല്ലേലൂയ. ഒരാളെ ക്യാൻസൽ ചെയ്യുന്നില്ല. ഇവർ രണ്ടുപേരും ഒരു ഇഷ്ടത്തിന് വേണ്ടിയാണ് നിൽക്കണേ. ഹല്ലേലൂയ. രണ്ടുപേരും ഒരൊറ്റ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കണേ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാനും പിതാവും ഒന്നാണ്. ഹല്ലേലൂയ. ഈ മക്കൾ അപ്പനെയും അമ്മയും ചിലപ്പോൾ വേർപിടിപ്പിക്കാൻ വേണ്ടി വരത്തില്ലേ? അവർ മക്കൾ പറഞ്ഞിട്ടുണ്ടോ? മമ്മിയുടെ കുറ്റം പറഞ്ഞ് അപ്പൻ്റെ അടുക്കൽ, അപ്പൻ്റെ കുറ്റം പറഞ്ഞ് അമ്മയുടെ അടുക്കൽ, അല്ലേ?
അറിവില്ലാത്ത മാതാപിതാക്കന്മാരാണെങ്കിൽ അതിൽ വീഴും. പക്ഷേ അറിവുള്ളവരാണെങ്കിൽ പറയും, എന്തിനാ അമ്മയുടെ കുറ്റം പറഞ്ഞ് അപ്പൻ്റെ അടുക്കൽ വരുമ്പോൾ അപ്പൻ എന്നാ പറയും? അമ്മയനുസരിച്ചേ എന്ന് പറഞ്ഞ് മക്കളെ പറഞ്ഞു വിടും. അല്ലാത്തവനാണെങ്കിൽ കുടുംബം 2 ഡിവിഷനാക്കി എടുക്കും. അത് നശിച്ചു പോകും. അങ്ങനെയുള്ള കുടുംബം നിൽക്കത്തില്ല, നശിച്ചു പോകും. ഇന്ന് കുടുംബങ്ങളിൽ ചേരികളാണ്, ചേരികൾ. അമ്മച്ചേരി, അപ്പഞ്ചേരി, 2 ചേരികളാണ്. ഹല്ലേലൂയ. അവിടെയാണ് ഇന്ത്യയുടെ നയം, ചേരിചേരാ നയം വേണ്ടത്. ഹല്ലേലൂയ. ഈ ചേരിചേരാ നയം ഉണ്ടെങ്കിൽ കുടുംബം കലഹമില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഒരു പരിധി വരെ കഴിയും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഈ കാരണഭൂതനും മുഖാന്തരം എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാഞ്ഞത് കൊണ്ട് പല അബ്ദങ്ങളും പിശാച് സഭയുടെ ഉള്ളിൽ നമ്മുടെ അറിവില്ലായ്മയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറുന്നതിനെ കുറിച്ച് കേട്ടല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആ സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പഠിക്കുക, മനസ്സിലാക്കുവാനായിട്ട് ഇടയായ ആ ചിത്രത്തിലേക്ക് നമ്മൾ വരികയാണ്. സുവിശേഷ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഭൂമിയിലെ ജഡ കുടുംബത്തിൽ നിന്ന്, മരണമുള്ള കുടുംബത്തിൽ നിന്ന്, മനുഷ്യ കുടുംബത്തിൽ നിന്ന് നമ്മളെ സ്വർഗത്തിലെ ആത്മാവിലുള്ള ആ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ പോവുകയാണ് എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, ഭൂമിയിലെ കുടുംബത്തിൽ പിതാവ് കാരണഭൂതൻ, മാതാവ് മുഖാന്തരം, മാതാവ് മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. ഏശയ 53 നമ്മളും കണ്ടത് അതാണ്. ഏശയ 53 സ്വർഗത്തിലെ കുടുംബത്തിൽ സ്വർഗസ്ഥ പിതാവ് പുതിയ സൃഷ്ടികർമ്മത്തിലൂടെ മക്കളെ ജനിപ്പിക്കുകയാണ്, ക്രിസ്തുവിലൂടെ തൻ്റെ മക്കളെ. അപ്പോഴാണ് ക്രിസ്തു ഏകജാതന ആദിജാതനൊക്കെയായി മാറിപ്പോയത്. ഹല്ലേലൂയ. ആ സംഭവമാണ് ഏശയ 53:10 നാം കണ്ടത്. സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ തകർത്ത് കളയാണ് കാൽവരി ക്രൂശിൽ. അങ്ങനെ തകർത്ത് കളഞ്ഞ് എന്തിനാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു? ക്രിസ്തു മുഖാന്തരം മക്കളെ കാണാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഈ സ്വർഗസ്ഥ പിതാവ് കാരണഭൂതൻ, നമ്മളിപ്പോൾ പഠിച്ച വചനം, പിതാവ് കാരണഭൂതൻ, യേശു ക്രിസ്തു മുഖാന്തരം. അങ്ങനെ സ്വർഗസ്ഥ പിതാവ് യേശു ക്രിസ്തു മുഖാന്തരം കണ്ട മക്കളാണ് ഈ വീണ്ടും ജനിച്ചിരിക്കുന്ന എല്ലാ മക്കളും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാ വീണ്ടും ജനിച്ചേ? യേശുവിനെ ദൈവപുത്രനെന്ന് നാം സ്വീകരിച്ചപ്പോ നാം ദൈവത്തിലും ദൈവം നമ്മളിലും ആയി. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഇതിന്റെ ഡീറ്റെയിലുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പുറകെ സാവധാനം മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ വൃന്ദ കുഞ്ഞെ ആ ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിച്ചു വെച്ചേ. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇനി നിങ്ങളുടെ വാട്സപ്പ് നമ്പറുകൾ ഇവിടുത്തെ വാട്സപ്പ് സിസ്റ്റത്തിൽ കൊടുക്കുക. അപ്പോൾ എല്ലാ സാറ്റർഡേയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഉള്ള മെസ്സേജുകളുടെ ലിങ്ക് വരും. ഇടയ്ക്കിടയ്ക്കൊക്കെ മെസ്സേജുണ്ട്. ആ മെസ്സേജുകളുടെ ലിങ്കുകൾ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ആയിരിക്കുന്ന സ്ഥലത്ത്, വീട്ടിൽ എവിടെയാണോ, ആ സൂം ലിങ്ക് പ്രസ് ചെയ്താൽ ഈ സന്ദേശങ്ങൾ കേൾക്കാം. അപ്പോൾ ഇതിന് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് മാത്രമല്ല, SVJ മെസ്സേജസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പ്രസംഗിച്ച സന്ദേശങ്ങളൊക്കെ അതിൽ ഉണ്ട്. മാത്രമല്ല, നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറാൻ അറിയാവുന്നവരാണെങ്കിൽ www.kingdommessages.com, അതിൽ നമ്മുടെ പുസ്തകങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾക്ക് അതിൽ വായിക്കാം. അല്ലാണ്ട് ഹാർഡ് കോപ്പിയായ പുസ്തകങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബുക്ക് ഷോപ്പ് തുറക്കുമ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാം. മറ്റുള്ളവർക്ക് നിങ്ങളത് കൊടുക്കുന്നത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഗിഫ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, അവർ എളുപ്പമൊന്നും വായിക്കത്തില്ല. കാരണം ഇത് ഏറ്റവും എതിർക്കുന്ന സന്ദേശമാണ് ഈ സാധനം, എതിർക്കപ്പെടുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഹല്ലേലൂയ. കാരണം അവർ ഈ പുസ്തകം വായിക്കാൻ തുടങ്ങി, ഇതിലെ സന്ദേശം അവർക്ക് കിട്ടും. ഈ സന്ദേശം അവരെ മാറ്റുവാനായിട്ട് ഇടയാവും. ഞാൻ ഒരിക്കലും ഞാൻ ഗൾഫിലിരിക്കുമ്പോൾ എന്നെ വിളിച്ചു. ആ ആൾ വിളിച്ചിട്ട് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, ബ്രദറെ, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഷിപ്പിൽ നിന്നാണെന്ന് പറഞ്ഞു. ഷിപ്പിൽ നിന്ന്, കപ്പലിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം ഞാൻ നിങ്ങളുടെ ഈ പുസ്തകം വായിച്ചു, ഇതെൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. പക്ഷേ ഈ പുസ്തകം എൻ്റെ ഭാര്യ നിങ്ങളുടെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നാളുകളേറെയായി. ഇത് ആ വീട്ടിൽ ഇരിക്കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഷിപ്പിലേക്ക് പോകുമ്പോൾ അവൾ എനിക്കിട്ട് തന്നു. ഞാനിത് ശ്രദ്ധിക്കാനൊന്നും പോയില്ല. അങ്ങനെ അത് കൊണ്ടവിടെ വെച്ച് ഞാൻ കുറേ നാളായി അത് വെച്ചിട്ട് ഷിപ്പിൽ വെച്ചിട്ട് അത് വായിക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത് എന്തോ എനിക്ക് ഹൃദയത്തിൽ തോന്നിയത് വായിക്കണമെന്ന് ഞാനത് വായിച്ചു. ഇതിൽ സന്ദേശം എൻ്റെ ജീവിതത്തിൽ വലിയ
മാറ്റം ഉളവാക്കി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ സ്ത്രീയെ തൻ്റെ ഭർത്താവിനെ നേടിയ രംഗം അതായിരുന്നു. ഇത് കൊടുക്കുകയും ആ സ്ത്രീ പുറയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇത് എടുക്കാൻ തോന്നത്തില്ല, ഇത് വായിക്കാൻ തോന്നത്തില്ല. എന്നാൽ ഇത് വായിക്കാൻ തുടങ്ങിയാൽ ഇത് ആളെങ്ങ മാറ്റാൻ തുടങ്ങും. കാരണം ഈ സന്ദേശം അവർക്ക് തിരികെ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇത് മനസ്സിലായായിരുന്നോ? ഈ ഒരു സംഭവം ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് നമ്മളെ മാറ്റുക. ജഡത്തിലാണെങ്കിൽ നമ്മൾ മരിച്ച് പോകും, ആത്മാവിലേക്ക് മാറിയാൽ മരണം മാറും എന്ന തല നമുക്കറിയില്ലായിരുന്നു. ഈ രണ്ട് കുടുംബങ്ങളെക്കുറിച്ച്, സ്വർഗത്തിലെ കുടുംബവും ഭൂമിയിലെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾ അറിഞ്ഞു. ഇനി ഈ അറിവിൻ്റെ ആഴം കൂടുന്തോറും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേര് വർദ്ധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ അതിൽ സ്റ്റിക്കാവും. പിന്നെ ഈ സന്ദേശം കേട്ട് തുടങ്ങിയിട്ട് ഇതിന് സ്റ്റിക്ക് ആകാതിരിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ കൂടെ വേറെ സന്ദേശം കേൾക്കാൻ പോകും. അപ്പോൾ ഓരോ സന്ദേശവും ഓരോ വഴിയാണ്. അപ്പോൾ ആ വഴി ഈ വഴി ഉടനെ കൺഫ്യൂഷനായി. അവിടെയാണ് നമ്മൾ നശിച്ചു പോകുന്നത്. ദൈവം അത് ഒന്നാമത്തെ കുടുംബത്തിന് പറ്റിയതാണ്. ഒന്നാമത്തെ കുടുംബമായ ആദാഹവ്വ ദമ്പതികളോട് ദൈവം പറഞ്ഞു, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ഒരു കുഴപ്പമില്ല, ഇവർക്ക് ഒറ്റ വഴിയേ മനസ്സിലുള്ളൂ, കഴിക്കാൻ പാടില്ല, കഴിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. അപ്പോഴാണ് ഹവ്വ മറ്റൊരു ബൈബിൾ ക്ലാസ്സിന് പോയത്. ആ ബൈബിൾ ക്ലാസ് എടുത്തത് പിശാചാണ്. പാമ്പിന്റെ രൂപത്തിൽ വന്ന് സംസാരിച്ച് മൊത്തം പറഞ്ഞത് മുഴുവൻ ആത്മീയ കാര്യങ്ങൾ. അതിന്റെ ലക്ഷ്യം ഇതായിരുന്നു. പിശാച് സർപ്പരൂപത്തിൽ ഹവ്വയോട് പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവും എന്ന് പറഞ്ഞു. എന്നെ ആത്മീയതയല്ലേ, ദൈവത്തെ പോലെ ആകും. അപ്പൊ അതും ആത്മീയതായിട്ട് തോന്നി. പക്ഷെ ആദ്യത്തതിന് നേരെ വിപരീതമാണെന്നുള്ള കാര്യം ഇവർ തിരിച്ചറിഞ്ഞില്ല. ദൈവത്തെ പോലെ ആവുന്ന തിരിച്ച്, അതായത് ആദ്യം പറഞ്ഞതിന് നേരെ വിപരീതമാകും, ഞങ്ങൾ മരിച്ചു പോകുന്നുള്ള കാര്യം അറിഞ്ഞില്ല. ഇപ്പൊ ആളുകൾ കേൾക്കും, അയ്യോ ക്രിസ്തു ക്രിസ്തു ക്രിസ്തു, ഭയങ്കര ആത്മീയത. പക്ഷെ ഈ ക്രിസ്തുവെ കൊണ്ട് നിന്റെ ലക്ഷ്യം മറയുന്നുള്ള കാര്യം നീ ചിന്തിച്ചില്ല. ക്രിസ്തുവെ തന്നത് നിനക്ക് ലക്ഷ്യത്തിൽ എത്താനാണെന്നുള്ള കാര്യം നീ ഓർക്കണം, പർപ്പസ് ഓർക്കണം. പക്ഷെ ഇവിടെ ക്രിസ്തുവെ കൊണ്ട് ലക്ഷ്യം മറഞ്ഞുപോയി എന്നുള്ള കാര്യം നീ മറന്നുപോയി. മനസ്സിലായോ? ഉൽപ്പത്തി പുസ്തകത്തിൽ തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. ദൈവത്തെ പോലെയാകും. ആത്മീയത ഫീൽ ചെയ്തല്ലേ? അയ്യോ ക്രിസ്തു 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 നല്ലതാ. പക്ഷെ ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താ? നമ്മളെ സ്വർഗസ്ഥ പിതാവുമായി ഒരു കുടുംബമാക്കാൻ, ഒന്നാക്കാൻ. പക്ഷെ ഇന്നത്തെ ക്രിസ്തു കള്ളക്രിസ്തുവായിട്ട് അവതരിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് എന്താ ചെയ്യണേ? സ്വർഗസ്ഥ പിതാവിനെ അവിടെ നിന്ന് നമ്മളിന്ന് മറയ്ക്കുന്നു, ഒഴിവാക്കുന്നു. സ്വർഗസ്ഥ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. ആ ഒരു തലത്തിലേക്ക് മാറ്റപ്പെടുന്നു. സൂക്ഷിച്ചോളണം, പർപ്പസിന്ന് പോകരുത്. ഉൽപ്പത്തിയിൽ പറഞ്ഞ അതേ സന്ദേശം എതിരി കയറുകയാണ്. പക്ഷെ ജനത്തിന് മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കുക, ഈ കാര്യം മനസ്സിലായി. അപ്പോൾ ദൈവം ഇവിടെ ചെയ്യുന്നത് തൻ്റെ മക്കളെ ഒരുക്കുക, തൻ്റെ വംശത്തെ ഒരുക്കുക. ഇത് നമ്മൾ വായിച്ച ആ യേശയ്യാ 53:10 അത് നിങ്ങൾ മറന്നു പോകരുത്. അതിൽ ഹിന്ദി ബൈബിളിൽ എന്താ എഴുതിയേക്കണമെന്ന് അറിയാമോ? മക്കളെന്ന് പറഞ്ഞതിന് പകരം അവിടെ എഴുതിയേക്കണ വംശത്തെ കാണണമെന്ന് എഴുതിയേക്കണേ. ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ കാണണം. ഓ ഫാദർ വി താങ്ക് യു. യേശയ്യാ 53:10 നമ്മൾ നേരത്തെ വായിച്ച വചനം വീണ്ടും സ്ക്രീനിലേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഹിന്ദി അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഈ സംഭവം പിടുത്തം കിട്ടും. 53:10 ഹല്ലേലൂയ. ഹിന്ദി അറിയുന്നവർ ഹിന്ദിയിൽ വായിച്ചോളൂ കേട്ടോ. 53:10 ഹിന്ദിയിൽ വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ എഴുതിക്കണം, ദാ തബ് വഹ് അപ്നാ വംശ് ദേഖിനെ പായേഗ. മലയാളത്തില് സന്തതിയെ കാണണമെന്നാണ്, ഇംഗ്ലീഷില് സീഡിനെ കാണണമെന്നാണ്. ഹിസ് സീഡ്, അതായത് ഓഫ് സ്പ്രിങ്, മക്കളെന്ന് തന്നെയാണ് അവിടെ. ഹിന്ദിയിൽ വരുമ്പോ തബ് വഹ് അപ്നാ വംശ് ദേഖിനെ പായേഗ. ദൈവത്തിന് ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ കാണണം. പറഞ്ഞ ദൈവവംശം. അപ്പോ സുവിശേഷം എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിൽ നിന്ന് ദൈവവംശത്തിലേക്കുള്ള ഇൻവിറ്റേഷനാ. മനുഷ്യ മക്കളിൽ നിന്ന് ദൈവ മക്കളിലേക്കുള്ള ഇൻവിറ്റേഷനാ. ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ കാണണം. അതുകൊണ്ടാണ് ഏകജാതന ആദ്യജാതനായി പോണേ. പിടുത്തം കിട്ടിയോ? തൻ്റെ വംശത്തെ കാണണം. അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ആഗ്രഹമില്ലേ തൻ്റെ മക്കളെ കാണണമെന്ന്? ഇതേപോലെ ദൈവത്തിനും ആഗ്രഹമുണ്ട് തൻ്റെ മക്കളെ കാണണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയായി മാറുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയായി നമ്മൾ മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു തലം നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയുക. ഓ ഫാദർ വി താങ്ക് യു.
Lord, I love you. Lord, I love you. ഈ സ്ക്രീനിലുള്ള ഈ ജീവിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഏതാ ഈ ജീവി? സിംഹം അല്ലേ? സിംഹമല്ല, സിംഹം ഇല്ലേ? സിംഹി അങ്ങനെ പറയണം അല്ലേ? വർഗം സിംഹമാണ്. മനസ്സിലായോ? വർഗം എന്ന് വെച്ചാൽ അതായത് എക്സിസ്റ്റൻസ്, ജീവി, സിംഹജീവിയാണ്. ഇതൊക്കെയോ സിംഹത്തിന്റെ കുട്ടികളാണല്ലേ? ഇവര് സിംഹത്തിന്റെ കുട്ടികളായതുകൊണ്ട് ഇവരൊക്കെ ആര് തന്നെയായിരിക്കും? സിംഹങ്ങൾ തന്നെയല്ലേ? അല്ലേ? അപ്പൊ സിംഹവർഗമാണ്. ഓക്കെ. ഇതൊക്കെയോ പറവവർഗം, പക്ഷി വർഗം അല്ലേ? പക്ഷിയുടെ വംശമാണ് ഇത് മൊത്തം. ഇതോ മത്സ്യ വംശം. ഇതോ മനുഷ്യ വംശം, ജഡരൂപികളായ മനുഷ്യവംശം, മരണമുള്ള മനുഷ്യ വംശം. അപ്പോൾ പക്ഷിക്ക് വംശമുണ്ട്, മത്സ്യത്തിന് വംശമുണ്ട്, സിംഹത്തിനും പുലിക്കും പൂച്ചയ്ക്കും ഒക്കെ വംശമുണ്ട്. പക്ഷെ ആർക്ക് മാത്രം വംശമില്ല? ദൈവത്തിന് മാത്രം വംശമില്ല. ഒരേ ഒരു മകനെ ഉള്ളൂ. ആ മകനിലൂടെ ദൈവം തൻ്റെ വംശത്തെ അന്വേഷിക്കുകയാണ്. അതാണ് ദൈവ ഇഷ്ടം. ഇതാണ് നമ്മൾ ഹെബ്രായർ 2:10 കണ്ടത്. സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേകം മക്കളെ ഒരുക്കുന്നു. ആരിലൂടെ? ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ ഒരുക്കുന്നു. ഇതാണ് ഏശയ്യ 53:10 കണ്ടത്. തബ്വഹ അപ്പന വംശ ദേഖനെ പായുക. ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ കാണണം. അതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഇത് കണ്ടോ? സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ, തൻ്റെ പുത്രനായ ക്രിസ്തു. ഈ ക്രിസ്തുവിലൂടെ ഈ പിതാവാണ് കാരണഭൂതൻ, പുത്രനാണ് മുഖാന്തരം. തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഈ പുത്രനെ പോലെയുള്ള അനേക പുത്രന്മാരെ ഒരുക്കുകയാണ് സ്വർഗത്തിലെ അപ്പൻ ചെയ്യുന്നത്. പിടുത്തം കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ ഈ പുത്രനെ പോലെയുള്ള അനേക പുത്രന്മാർ, ആദത്തെ പോലെയല്ല, ആത്മാവാകുന്ന ഈ പുത്രനെ പോലെയുള്ള, ഈ പുത്രൻ ഏകജാതന, ഒരേ ഒരു മോനേ ഉള്ളൂ. ആ പുത്രനെ പോലെയുള്ള അനേക പുത്രന്മാരെ ഇതുണ്ടോ പുത്രനിലൂടെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഏകജാതനായ പുത്രൻ ആദ്യജാതനാകുകയും ഈ പുത്രന്റെ സാദൃശ്യത്തിൽ അനേക പുത്രന്മാരെ ആകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ മുൻ നിയമിക്കുകയും ചെയ്തു എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്. ഹല്ലേലൂയ. റോമ 8:29 പറയുന്നു, തന്റെ പുത്രനായ ക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യം ജനിച്ചവനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ടിട്ടില്ല, വിശുദ്ധ ബൈബിളിലെ കാര്യമായി പറഞ്ഞു തരുന്നത്. ഇതാണ് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം. അതുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ ഇത് കേൾക്കാഞ്ഞത്. ഹല്ലേലൂയ. ഇതാണ് ദൈവരാജ്യ സന്ദേശത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. വായിച്ച 8:29. ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ, തന്റെ പുത്രൻ ക്രിസ്തു അനേക സഹോദരന്മാരിൽ. അപ്പൊ ക്രിസ്തുവിന് ആരുണ്ട്? സഹോദരന്മാർ വരാൻ പോവുക. അനേക സഹോദരന്മാരിൽ ആദ്യം ജനിച്ചവനാകേണ്ടതിന് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട്, ഈ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. നിയമനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്താൽ മതി. നിങ്ങളെ ക്ലർക്കായി നിയമിച്ചാൽ ക്ലർക്കായി, ചായ അടിക്കാൻ പോകണ്ട, ക്ലർക്കായിട്ടോ. നിങ്ങളെ ടെക്നീഷ്യനായിട്ട് നിയമിച്ചാൽ ആ ടെക്നീഷ്യൻ ആകാൻ പോയാൽ മതി. ഇവിടെ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മക്കളായ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞാൽ അതിലേക്ക് യാത്ര ചെയ്യാൻ മതി. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ മക്കളായാൽ നമ്മൾ ആരുടെ അവകാശികളായി? ദൈവത്തിന്റെ അവകാശികൾ ആയി. അതാണ് റോമ 8:17 പറയുന്നത്, മക്കളെങ്കിലോ നാം അവകാശികളുമാണ്
ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളും. വായിച്ചേ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും. ക്രിസ്തുവിന്റെ അവകാശികളല്ല, ക്രിസ്തുവിന്റെ അവകാശികളല്ല, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. എത്ര വലിയ സ്നേഹം ആ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നാം TPM സഭയിലെ അംഗമെന്നും നാം CSI സഭയിലെ അംഗമെന്നും കത്തോലിക്ക സഭയിലെ അംഗമെന്നും വിളിക്കപ്പെടാനല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. അതാണ് യേശയ്യാ 53:10 പറയുന്നത്, തബ്വഹപന വംശത്തേക്കിനെ പായുക. ദൈവത്തിന്റെ ക്രിസ്തുവിലൂടെ ദൈവവംശത്തെ കാണണം. ഈ ഭൂമിയിൽ ജഡവംശമായി ഞാനും നിങ്ങൾ ജനിച്ചെങ്കിൽ, സ്ത്രീയിൽ നിന്ന് ജനിച്ച സ്ത്രീ മക്കളായി, ജഡത്തിൽ നിന്ന് ജനിച്ച ജഡമായി നമ്മൾ ജനിച്ചെങ്കിൽ, മനുഷ്യ മക്കളായി നമ്മൾ ജനിച്ചെങ്കിൽ, യേശുവിനെ തന്നത് എന്തിനു വേണ്ടിയാ? യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ആരാണ് ഈ ഏവർ? ജഡരൂപികളായ മനുഷ്യ മക്കൾക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഹല്ലേലൂയ. നമ്മൾ ജനിച്ചത് ഇവിടെ ജഡരൂപികളായ മനുഷ്യ മക്കളായി, പക്ഷെ ഇവിടുന്ന് പോകേണ്ടത് ദൈവമക്കളായി. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഈ ട്രാൻസിറ്റ് എയർപോർട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ദുബായ് ഒരു ട്രാൻസിറ്റ് എയർപോർട്ടാണ്. അപ്പോൾ ഇതാ കൊച്ചിയിൽ നിങ്ങൾക്ക് ന്യൂയോർക്കിൽ പോകണമെങ്കിൽ നിങ്ങൾ ഇതാ കൊച്ചിയിൽ നിന്ന് ദുബായിൽ ഇറങ്ങും ഒരു ഫ്ലൈറ്റിൽ. ആ എയർപോർട്ടിൽ കുറച്ച് നേരം ഉണ്ടാകും. അവിടെ നിന്ന് വേറൊരു ഫ്ലൈറ്റിൽ നിങ്ങളെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകും. ഇതേപോലെയാണ് ഈ ഭൂമി. ഇതൊരു ട്രാൻസിറ്റ് പ്ലേസാണ്. നമ്മൾ ഇവിടെ സ്ത്രീയിൽ നിന്ന് ഇവിടെ ജഡരൂപികളായി മനുഷ്യ മക്കളായി ഇവിടെ ജനിച്ചു. ജഡരൂപികളാ, ജഡത്താൽ ജനിച്ച ജഡം ഇവിടെ ഇറങ്ങി, ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയതുപോലെ. അപ്പോഴാണ് ട്രാൻസിറ്റ് വേർഡ് വന്നത്. ആ ട്രാൻസിറ്റ് വേർഡാണ് യോഹന്നാൻ 1:12. യേശുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് ജഡരൂപികൾക്കും ആത്മരൂപികളാകാൻ, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അടുത്ത ടിക്കറ്റ് എടുത്തു. ഹല്ലേലൂയ. ആ ടിക്കറ്റ് എടുത്തിട്ട് ന്യൂയോർക്കിലേക്ക് ഇതാ ട്രാൻസിറ്റ്, അവിടെ നിന്ന് പുതിയ ബോർഡിംഗ് കാർഡ് കിട്ടി. ട്രാൻസിറ്റിൽ അവിടെ നിന്ന് കയറി പോകുന്നത് പോലെ ഭൂമിയിലേക്ക് നാം ഇറങ്ങിയത് ജഡരൂപികളായിട്ടാ, ഇവിടെ നിന്ന് പോകുന്നത് ആത്മരൂപികളായിട്ടായിരിക്കണം. ഹല്ലേലൂയ. ഭൂമിയിലേക്ക് നാം ഇറങ്ങിയത് മനുഷ്യ മക്കളായിട്ടാ, പക്ഷെ യേശുവിനൊക്കെ കൊണ്ട് യേശു നാമത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഇവിടുന്ന് പോകുന്നത് ദൈവമക്കളായിട്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആരെ പോലെ? ക്രിസ്തുവെ പോലെയുള്ള ദൈവമക്കൾ. ഇതാണ് യോഹന്നാൻ 1:12. യേശുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഈ അധികാരം ഉപയോഗിക്കണം, അല്ലാണ്ട് ഒരു സഭയിൽ ചേരാനുള്ള അധികാരം കൊണ്ട് ഒതുക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ നിങ്ങൾ വ്യക്തതയോടെ കാണുക. ഇതാ സ്വർഗസ്ഥ പിതാവും ഏകജാതനായ പുത്രൻ, ഒരേ ഒരു മകൻ, സർവസൃഷ്ടിക്ക് മുമ്പേ ആദ്യജാതൻ, ഒരേ ഒരു മകൻ, ആ ഏകജാതനെ നമുക്ക് നൽകി. എന്തിനാണ്? നമ്മളെല്ലാം ആ ഏകജാതനെ പോലെയുള്ള ദൈവത്തിന്റെ പുത്രന്മാർ ആക്കി മാറ്റുവാനായിട്ട്. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളുമായി മാറുന്നു. അങ്ങനെ ഏകജാതൻ എന്തായി മാറി? ഏകജാതൻ മക്കള് അനേക സഹോദരങ്ങൾ വന്നപ്പോൾ ആദ്യജാതനായി മാറി. അതാണ് എഴുതിയിരിക്കുന്നത്. തന്റെ പുത്രൻ തന്നപ്പോ ആദ്യം ഭൂമിയിലേക്ക് വന്നപ്പോ ഏകജാതനായിരുന്നു. ഏകജാതനായ പുത്രൻ ഇപ്പോ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, സഹോദരങ്ങൾ ജനിച്ചതിലൂടെ ആദ്യജാതനായിരുന്നു. ഇതുവരെയും സർവത്തിന്റെ അവകാശിയായിരുന്നു. ഹെബ്രായ ലേഖനം 1:2 പറയുന്നു, അവനിലൂടെ സകലവും സൃഷ്ടിച്ചു, അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ആ അവകാശത്തിന്റെ കൂട്ടവകാശികൾ നമ്മളുമായി മാറി. ഇതുകൊണ്ടാണ് ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികൾ. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ആ ഏകജാത സ്ഥാനം എന്ന് പറഞ്ഞതിന് വരെ ഇപ്പൊ ആദ്യജാത സ്ഥാനം എന്നാ പറയുന്നത്. ആദ്യമേ ഈ ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ തന്റെ ഏകജാതനെയാണ് നൽകിയത്. പക്ഷെ ആ പുത്രനെ വീണ്ടും പ്രവേശിപ്പിക്കുമെന്ന ഹെബ്രായ ലേഖനം 1:6 പറയുന്നത്. വീണ്ടും ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏകജാതനല്ല, ആദ്യജാതനാണ്. ഹല്ലേലൂയ. അതാണ് ഹെബ്രായ ലേഖനം 1:6 പറയുന്നത്. ആദ്യജാതനെ വീണ്ടും പ്രവേശിപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, ആദ്യജാതനെ വീണ്ടും പ്രവേശിപ്പിക്കുമ്പോൾ. ഒന്നൊരു വായിച്ചോളൂ. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. അപ്പോ ഏകജാതനല്ല, ഇപ്പൊ ആദ്യജാതനായി. ഹല്ലേലൂയ. അനേക സഹോദരങ്ങളായി. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഹെബ്രായ ലേഖനം 2:11 പറയാണ്, അതുകൊണ്ട് ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തുവിനും നമുക്കും അപ്പൻ ഒരാളാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനും നമുക്കും അപ്പൻ ഒരാളാണ്. അത് ഭയങ്കര പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്.
അപ്പൻ ഒരാളായതുകൊണ്ട് ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. എടുത്തു വായിച്ചോ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. വിശുദ്ധീകരിക്കുന്നവൻ ക്രിസ്തു, വിശുദ്ധീകരിക്കപ്പെടുന്നവർ നമ്മൾ. രണ്ടുപേർക്കും ഒരാളാണ് അപ്പൻ. ഒരാളാണ് അപ്പൻ. ആത്മാക്കളുടെ പിതാവ് ഒരാളാണ്. ഹല്ലേലൂയ. ഒരാളാണ് അപ്പൻ. ബൈജുവിന്റെ പിതാവിന്റെ പേരെന്താ? മാണിയല്ലേ? അപ്പൊ ഭൂമിയിലെ ജഡത്തിലെ പിതാവ് മാണിയാ, പക്ഷേ അത് ജഡാ. പക്ഷെ ആത്മാവിലെ പിതാവ് അത്യുന്നതനായ ദൈവമാണ്. ആ ദൈവമാണ് ക്രിസ്തുവിന്റെയും അപ്പൻ, ബൈജുവിന്റെയും അപ്പൻ. അതുകൊണ്ട് ക്രിസ്തു ബൈജുവിനെ സഹോദരൻ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. നമുക്കൊരു കളിതമാശയായിട്ട് തോന്നുമല്ലോ ഇതൊക്കെ. ഞങ്ങളൊന്നും ലോകത്ത് ഇതുവരെ ഇതൊന്നും കേട്ടിട്ടില്ല. പുതിയൊരു സാധന ബൈബിളിലുള്ളതാണ്. നമ്മൾ കേൾക്കാഞ്ഞല്ലേ. കാരണം ഇതാണ് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം, മറഞ്ഞിരിക്കുന്ന സന്ദേശം. സ്വർഗരാജ്യം മറഞ്ഞിരിക്കുന്ന നിധിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പറയാൻ ഒരുവനും പറ്റത്തില്ല. അറിഞ്ഞാലും പറയാൻ പറ്റത്തില്ല. കാരണം റെസിസ്റ്റൻസ്, തൻ്റെ ഉള്ളിൽ നിന്ന് എതിർപ്പ്, ചുറ്റും നിന്ന് എതിർപ്പ്, കുടുംബത്തിൽ നിന്ന് എതിർപ്പ്, സഭയിൽ നിന്ന് എതിർപ്പ്, ലോകത്തിൽ നിന്ന് എതിർപ്പ്, എല്ലാ എതിർപ്പിനെയും അവഗണിച്ച് യേശു ക്രിസ്തു ഇത് ഭൂമിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ സഭക്കാരെല്ലാം കൂടി പിടിച്ച് ക്രൂശിൽ കയറ്റി അടിച്ച് തറച്ച് കൊന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് വയലിൽ ഒളിച്ചു വെക്കപ്പെട്ട നിധി. ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് യേശു ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. നമുക്ക് തിരിച്ചു വിളിക്കാൻ ലജ്ജയാ, അല്ലേ? യേശു നമ്മളെ ലജ്ജിക്കുന്നില്ല. ഒന്നുകൂടി വായിച്ച വചനം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. യേശു ക്രിസ്തുവിനും നമുക്കും ഒരാളാണ് അപ്പൻ. അത് ഹേതുവായി, ഇത് കാരണം അപ്പൻ ഒന്നായതുകൊണ്ട് യേശു ക്രിസ്തു അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. യേശു ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ക്രൂശിക്കപ്പെട്ട് കാൽവരി ക്രൂശിലെ യാഗത്തിന് ശേഷം നമ്മൾ പുതിയ സൃഷ്ടികളാക്കി. അതിനുശേഷം യേശു ക്രിസ്തു നമ്മൾ വിളിക്കുന്ന സഹോദരന്മാരെന്നാ. കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റു. ഇതാ മഗ്ദലക്കാരത്തി മറിയ എതിരെ വരുന്നു. യോഹന്നാൻ 20:17 എതിരെ വരുന്നു. ഉടനെ മഗ്ദലക്കാരത്തി മറിയോട് യേശു പറയാണ്, മറിയേ, ഞാൻ ഒരിടം വരെ പോവുക, ഒരു യാത്രയ്ക്ക് പോവുക. എവിടെയാണെന്നറിയാമോ? നമ്മുടെ അപ്പനെ കാണാൻ പോവാ. എന്നിട്ട് വിളിച്ചു പറയാണ്, എൻ്റെ അപ്പനും നിങ്ങളുടെ അപ്പനും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയവൻ്റെ അടുക്കിലേക്ക് ഞാൻ കയറി പോവാ എന്ന് പോയി. നീ ആരോട് പറഞ്ഞെന്നറിയാമോ? എൻ്റെ സഹോദരന്മാരോട് പോയി പറയാൻ. സഹോദരന്മാരോട് പോയി പറയുക. ഇത് സ്വർഗീയ കുടുംബമാ. യോഹന്നാൻ 20:17 വായിച്ച്. യേശു മഗ്ദലക്കാരത്തി മറിയോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. അപ്പൊ എവിടെയാ പോണേ? പിതാവിന്റെ അടുക്കൽ. ഇനി ആ പിതാവ് ആരാന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക താഴേക്ക്. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്. ആരോട്? സഹോദരന്മാർ എന്ന് പറയാൻ നോക്കാൻ പറ്റുമോ? ഞാൻ യേശുവിന്റെ ആരാ? സഹോദരൻ. യേശു ക്രിസ്തു എനിക്ക് പല ബന്ധങ്ങളുണ്ട്. അതിൽ ഒരു ബന്ധം സഹോദരനാ. നീ പോയി എൻ്റെ സഹോദരന്മാരോട് പറയണം, എന്റെ പിതാവും എൻ്റെ അപ്പനും നിങ്ങളുടെ പിതാവും നിങ്ങളുടെ അപ്പനും എന്റെ ദൈവവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ, നിങ്ങളുടെ ദൈവമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക. എൻ്റെ സഹോദരന്മാരോട് പോയി പറയണം, ഞാൻ ഒരിടം വരെയും പോവാണ്, എൻ്റെ അപ്പനും നിങ്ങളുടെ അപ്പനും ആയതിൻ്റെ അടുക്കൽ, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും ആയതിൻ്റെ അടുക്കൽ ഞാൻ കയറി പോവാണ്. നീ പോയി എൻ്റെ സഹോദരന്മാരോട് പറയണം. പിടുത്തം കിട്ടിയോ? യേശുവിന് നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ യാതൊരു ലജ്ജയും ഇല്ല. പക്ഷെ നമുക്ക് തിരിച്ച് ലജ്ജയ. കാരണം നമുക്ക് ദൈവരാജ്യ സുവിശേഷം മറഞ്ഞുപോയി. വയലിൽ ഒളിച്ച് വച്ചിരിക്കുന്ന നിധിയാ. ഇനി പഴയതൊന്നുമല്ല കാര്യം. ദൈവത്തിന്റെ വചനം പറയുന്നു പുതിയ സൃഷ്ടിയാ കാര്യം. ഇനി പഴയതിലെ മീശവടിക്കലും ആഭരണം ഇടാതിരിക്കലും വെള്ള ഷർട്ടും ഇതൊന്നുമല്ല കാര്യം. അതൊക്കെ മാന്യമായിട്ട് ചെയ്യുക. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 6:15 പറയുന്നു ഇതൊന്നുമല്ല ഇനി കാര്യം, പുതിയ സൃഷ്ടിയാണ് കാര്യം. നമ്മൾ ആത്മമണ്ഡലത്തിലെ ആ പുതിയ സൃഷ്ടി. ആ വാക്യം ഒന്ന് വായിച്ചോളൂ. ഹല്ലേലൂയ. ഇനി അനാവശ്യ കാര്യങ്ങളിലേക്കല്ല, മറ്റുള്ളതെല്ലാം ഇവിടെ കൊണ്ട് നശിച്ചും ഉപയോഗത്തെ നശിക്കും. പുതിയ സൃഷ്ടിയിലേക്ക് ഫോക്കസ് ചെയ്യുക. വായിക്കേ. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അതാണ് ക്രിസ്തുവിൽ. മനസ്സിലായോ? എല്ലാ ജീവജാലങ്ങൾക്കും ഒരു സൃഷ്ടിപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യന് മാത്രം 2 സൃഷ്ടിപ്പ, ഇരട്ട സൃഷ്ടിപ്പ. ഒന്ന് ആദത്തിൽ, മറ്റൊന്ന് ക്രിസ്തുവിൽ. ആ ക്രിസ്തുവിലുള്ളതാണ് പുതിയ സൃഷ്ടി. ഇനി പുതിയ സൃഷ്ടി അത്രേ കാര്യം. നോക്കിയേ, ഇപ്പൊ ഈ ചരിഞ്ഞു കിടക്കുന്ന ഈ സംഭവം നേരെ നിവർത്താൻ പോവാണേ. നോക്കിയോടൂ, ഇപ്പൊ ഇങ്ങനെയല്ലേ ഇരിക്കണേ? അത് നേരെ തലതിരിക്കുക, മോളിൽ നിന്ന് താഴേക്ക്. ഇപ്പൊ നോക്കിയേ, ഒരു കൂടാരം കണ്ട, ദൈവം തലയായി
ക്രിസ്തു ശരീരമായി, ക്രിസ്തുവിലുള്ള അവയവങ്ങളായി നമ്മളെല്ലാം കൂടെ ഒറ്റ ബോഡിയായി മാറുകയാണ്. ക്രിസ്തുവും സ്വർഗസ്ഥ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ക്രിസ്തുവിലും നമ്മളും കൂടെ സ്വർഗീയ പിതാവുമായി ഒന്നാകുന്നു, ഒരു കൂടാരമായി മാറുന്നു. ബൈബിൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഏത് മനുഷ്യർ? പുതിയ മനുഷ്യർ. അവരാണ് ദൈവപുത്രന്മാർ, ക്രിസ്ത്യാനിരൂപന്മാരായ ദൈവപുത്രന്മാർ, ആത്മരൂപികൾ. നമുക്ക് ദൈവസ്ഥ എഴുന്നേക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ ദൈവദാസന്മാർ ആരെങ്കിലും വന്നാട്ടെ. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ഹല്ലേലൂയ. കേട്ട വചനം നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ധ്യാനിക്കാം. നമ്മളെ ദൈവ കുടുംബമായി ദൈവം വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും മാത്രമേ. ഭൂമിയിൽ മനുഷ്യരുടെ ഭവനക്കാരായി, വെമ്പനാട്ട് കുടുംബമായി, പാലത്തിങ്കൽ കുടുംബമായി, സെമിത്തേരി കാൻഡിഡേറ്റ്സായി ഇവിടെ അവസാനിക്കുമ്പോൾ ഇവിടെ ദൈവരാജ്യ കുടുംബമായി, ദൈവത്തിന്റെ ഭവനമായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളായി വിളിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിലൂടെ ജനിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ സ്വർഗീയ ഭവനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം നാം പിടിച്ചുകൊണ്ടാൽ നാം ദൈവത്തിന്റെ ഭവനമായി തീരും. ദൈവ കുടുംബമായി തീരുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. യേശുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം കൊടുത്തു. ആ അധികാരം ഉപയോഗിച്ച് യേശുവോട് പഠിച്ച് നാം ജയിക്കുന്നുവെങ്കിൽ ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠത. ആദത്തിൽ, ജഡത്തിൽ എല്ലാവരും മരിച്ചു പോകും, എന്നാൽ ക്രിസ്തുവിൽ, ആത്മാവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, ജഡത്തിലായിക്കൊണ്ട് ഞാൻ നശിച്ചു പോകാനായിട്ടല്ല, പകരം ഉയരത്തിൽ നിന്ന ക്രിസ്തു ഇതാ ആത്മമണ്ഡലത്തിൽ നിന്നാണ് വന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എൻ്റെ പാപങ്ങളെ നീക്കുവാൻ സ്വർഗത്തിൽ ദൈവം അയച്ചവനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതാ ആ ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായി അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിലും അതുവഴി ദൈവം നമ്മിലും വസിപ്പാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് കേട്ട വചനപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. മനുഷ്യൻ്റെ കുടുംബത്തിൽ ജനിച്ച നമ്മൾ, ജഡത്തിൽ ജനിച്ച നമ്മൾ, ആത്മീയ കുടുംബത്തിൽ യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ ആത്മാവായി തീർന്ന് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമുക്ക് നൽകിയ ഉന്നത ചിന്തകൾക്ക് നമുക്ക് നന്ദി പറയാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ കൊടുക്കാം. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടിയാവുക, അതാണ് പരമപ്രധാന കാര്യം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. പിതാവായ ദൈവം തൻ്റെ പുത്രനെ തകർത്ത് കളയുവാൻ അവിടുന്ന് തിരുമനസ്സായി. അതിലൂടെ ദൈവ ഇഷ്ടം അവിടുന്ന് പിതാവ് നിറവേറ്റി. ദൈവ ഇഷ്ടം, ദൈവം തൻ്റെ സന്തതി അന്വേഷിക്കുന്നു. ദൈവത്തിന് മക്കളെ വേണം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുക്കാം. ദൈവ ഇഷ്ടം നാം ദൈവമക്കളായി തീരണം. കണ്ടാലും പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചത്. നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെയാണ് താനും. ദൈവകരങ്ങളെ കൊടുക്കാം. മാനുഷിക ചിന്ത, വ്യർത്ഥ ചിന്ത, ലോകചിന്ത, പൈശാചിക ചിന്ത എല്ലാം മാറിപ്പോട്ടെ. വചനത്താൽ കഴുകി കംപ്ലീറ്റ് എല്ലാ അശുദ്ധികളും മാറിപ്പോട്ടെ. സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ വിളിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ സ്തോത്രം. യേശു കർത്താവിനെ സഹോദരൻ എന്ന് വിളിപ്പാൻ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവെ സ്തോത്രം. അതേ കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ സഹോദരൻ, തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് ഞങ്ങളെയും അനുരൂപരാക്കാൻ അവിടുന്ന് തീരുമാനിച്ച കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. കേട്ട വചനം തന്നെ ഞങ്ങളുടെ ഉള്ളിൽ വീണ്ടും പരിശുദ്ധാത്മാവ് അതിനെ അകത്ത് ഉറപ്പിപ്പാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.